ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത് ബയോമോളിക്യൂൾ ആയിരുന്നു അല്ലെ. ബയോമോളിക്യൂളിന്റെ എവിടെ വരെ എടുത്തു എന്ന് ഓർത്തേ? സ്വിറ്റർ അയോൺ വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് പ്രോട്ടീൻ ഹെഡിങ് അല്ലെ. പ്രോട്ടീൻ എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാ പ്രോട്ടീൻ ഉണ്ടാക്കിയേക്കുന്നത്? ആൽഫ അമിനോ ആസിഡ്സ് വെച്ചിട്ടാണ് അല്ലെ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ വരച്ചു. ആ സ്ട്രക്ചറിൽ വരുന്നപ്പോ നമ്മൾ കണ്ടതാണ് COH കാർബോക്സിൽ ഗ്രൂപ്പ്, NH2 അമിനോ ഗ്രൂപ്പ് അല്ലെ. അതെന്ത് പറ്റും? ഒരു കാർബണിൽ അറ്റാച്ച് ചെയ്തേക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത കാര്യം, ഈ അമിനോ ആസിഡ്സില് തന്നെ ക്ലാസിഫിക്കേഷൻ എടുത്തു. 2 ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്. ഏതൊക്കെയായിരുന്നു? എസെൻഷ്യൽ അമിനോ ആസിഡ് ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് അല്ലെ. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡിന്റെ എക്സാമ്പിൾ ആണ് ഗ്ലൈസീൻ, അലാനിൻ അല്ലെ, ഓർത്തോക്ക പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എസെൻഷ്യൽ എടുത്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 3 കാറ്റഗറി വന്നു. അസിഡിക്, ന്യൂട്രൽ, ബേസിക് ആയിട്ട് അമിനോ ആസിഡ്സിനെ കാറ്റഗറൈസേഷൻ ചെയ്തു. ഇത് കഴിഞ്ഞിട്ടാണ് സ്വിറ്റർ അയോൺ എടുത്തത്. സ്വിറ്റർ അയോൺ എടുത്ത സമയത്ത് അല്ലെ ഡൈപോളാർ അയോൺ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എടുത്തെഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഹെഡിങ് ആക്കി എഴുതി വെച്ച എന്തായിരുന്നു? സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ അല്ലെ. അപ്പൊ പ്രോട്ടീന്റെ ഡെഫിനിഷൻ എഴുതണം നമുക്ക്. പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ ഒക്കെയാണ് അവിടെ വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നമുക്ക് പ്രോട്ടീന്റെ ഡെഫിനിഷൻ ആയിട്ട് എഴുതാം. ഫസ്റ്റ് പോയിന്റ് കേട്ടോ, എഴുതിക്കും. പ്രോട്ടീന്റെ ഡെഫിനിഷനിലേക്ക് വരാം നമുക്ക്. എ പോളിപെപ്റ്റൈഡ് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനിലെ ഫസ്റ്റ് പ്രോട്ടീന്റെ ഡെഫിനിഷൻ ആണ് കേട്ടോ, ഫസ്റ്റ് പോയിന്റ് ആണ്. എ പോളിപെപ്റ്റൈഡ് വിത്ത് മോർ ദാൻ 100 അമിനോ ആസിഡ്. പോളിപെപ്റ്റൈഡ് ഗൗരിശങ്കർ ഓക്കെ കേട്ടോ, വയ്യാന്ന് പറഞ്ഞു കേട്ടോ, നോട്ട് പറ്റുമെങ്കിൽ എഴുതുക കേട്ടോ. എ പോളിപെപ്റ്റൈഡ് വിത്ത് മോർ ദാൻ 100 അമിനോ ആസിഡ്. A polypeptide with more than 100 amino acid having a polypeptide with more than 100 amino acid having molecular mass higher than 10,000 U എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? AMU, ആറ്റമിക് മാസ് യൂണിറ്റ് കേട്ടോ. AMU is called a protein. A polypeptide with more than 100 amino acid having molecular mass higher than 10,000 U is called a protein. അപ്പോ അവിടെ ഉപയോഗിച്ചൊരു വേർഡ് ആണ് പെപ്റ്റൈഡ് ബോണ്ട് അല്ലെ. അപ്പൊ ആ പെപ്റ്റൈഡ് ബോണ്ട് എന്താണ് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇനി നമ്മൾ നോക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നമ്മളൊരു വേർഡ് ഉപയോഗിച്ചു, എന്തായിരുന്നു അത്? പെപ്റ്റൈഡ് ബോണ്ട്. അപ്പൊ പെപ്റ്റൈഡ് ബോണ്ടിന് എക്സാമ്പിൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം പഠിച്ച 2 അമിനോ ആസിഡ് ഉണ്ടായിരുന്നു, ഗ്ലൈസീൻ ആൻഡ് അലാനിൻ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഗ്ലൈസീനും അലാനിനും വെച്ച് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ആദ്യത്തെ അമിനോ ആസിഡ് എങ്ങനെയാ നമ്മൾ എഴുതിയത്? കണ്ടോ, CH, ഇവിടെ ഒരു COOH. ദെൻ കാർബണിന്റെ ചെയിൻ നമ്മൾ നോക്കിയിട്ടാണ് ഇവിടെ നമുക്കൊരു NH2 കൊടുക്കാം. NH2 ഇവിടെയും ഒരു H വരികയാണ് എങ്കിൽ അത് CH2 ആവും, ഓർത്ത് നോക്കാം. അപ്പൊ ഒരു കാർബണിലേക്ക് തന്നെ 2 ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തത് നോക്കാം. NH2 CH, ഇവിടെ ഒരു CH3 വരും കണ്ടോ. ഈ ഗ്രൂപ്പ് കൂടുന്തോറും ആ കോമ്പൗണ്ടുകളിൽ വ്യത്യാസം വരും, COH. ഇനി നമ്മൾ ഇത് രണ്ടും ജോയിൻ ചെയ്യുമ്പോൾ എന്ത് പറ്റും നോക്കാം. ഇവിടെ നോക്കിയേ, ഇത് COOH, ഇവിടെ നിന്നൊരു OH, ഇവിടെ നിന്നൊരു OH, ദെൻ ഇവിടെ നിന്ന് 1H. അപ്പൊ എന്താവും? -H2O, ഡീഹൈഡ്രേഷൻ. അങ്ങനെ വാട്ടർ മോളിക്യൂള് അവിടെ നിന്ന് പോകും. അങ്ങനെ പോകുമ്പോൾ ഇവർ ജോയിൻ ചെയ്യും. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടും NH2 CH2 COOH എന്നുള്ളതിന് പകരം എന്തുണ്ടോ? ഇവിടെ CO, ബാക്കി ഇവിടെ നിന്ന് എന്ത് വരും? NH. കണ്ടോ, ഓർത്തോ, ഇവിടുത്തെ NH ആണ്. ഈ H ഇപ്പുറത്തോ വന്നുകൊണ്ടൊന്നും കുഴപ്പമില്ല. CONH, CH, ബാക്കിയൊക്കെ അതുപോലെ തന്നെ CH3 COOH. കണ്ടോ, ഓർത്തോ. അപ്പൊ ഇവിടെ വന്ന ആ CONH ബോണ്ടിനെയാണ്
നമ്മൾ പെപ്റ്റൈഡ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതാണ് പെപ്റ്റൈഡ് ബോണ്ട്. കേട്ടോ, ഓർത്ത് നോക്കാം. പെപ്റ്റൈഡ് ബോണ്ട്, പെപ്റ്റൈഡ് ബോണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ 2 അമിനോ ആസിഡ് ജോയിൻ ടു ഫോം ഡൈപെപ്റ്റൈഡ്. അപ്പൊ 3 ആണെങ്കിൽ എന്തായിരിക്കും? ട്രൈപെപ്റ്റൈഡ്. 4 ആണെങ്കിൽ ടെട്രാപെപ്റ്റൈഡ്. സെവറൽ ലാർജ് നമ്പർ വന്നാൽ എന്ത് വിളിക്കും? പോളിപെപ്റ്റൈഡ്. അപ്പൊ പ്രോട്ടീൻ ഉണ്ടാവണമെങ്കിൽ അല്ലെ, നോർമൽ ഒരു പ്രോട്ടീൻ മോളിക്യൂൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എത്രയായിരിക്കും? എത്രയും വേണം പോളിയില്? ഇപ്പൊ നമ്മൾ എഴുതിയ 100 ഉണ്ടോ? 100 അമിനോ ആസിഡ് ഒക്കെയാണ് നമ്മളൊരു എന്താ പറയാ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇത്തിരി കുറഞ്ഞോണ്ടോ കൂടിയോണ്ടോ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഒരു ഏകദേശം ഒരു റേഞ്ച് ആണ് പറയുന്നത് 100 എന്നുള്ളത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ആ ഒരു റേഞ്ച് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ഈ ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്. ഇത് വരക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. വേഗം വരച്ചു. ഈ കോമ്പൗണ്ട് പേരെന്തായിരുന്നു? ഇത് എന്ത് അമിനോ ആസിഡാ? ഗ്ലൈസീൻ. ഫസ്റ്റ് അമിനോ ആസിഡ്. ഇതെന്തായിരുന്നു? അലാനിൻ. കണ്ടോ, ഓർത്ത് നോക്കുക. ഈ ഒരു കാർബണിലാണ് ഇവിടെ അത് കണ്ടോ, ഈ CH3 പൊസിഷനിൽ H ഇട്ട് കൊടുക്കും. അപ്പൊ CH2 ആയി. കണ്ടോ, ഓർത്ത് നോക്കുക. വേഗം വരക്കാം കേട്ടോ. ആ ഏതാ? രണ്ടും നോൺ എസെൻഷ്യൽ ആണ് കേട്ടോ. ഗ്ലൈസീനും അലാനിനും നോൺ എസെൻഷ്യൽ ആണ്. പെപ്റ്റൈഡ് ബോണ്ട്. ഇപ്പൊ നമ്മൾ പ്രോട്ടീൻ എഴുതി. പ്രോട്ടീനിൽ അവർ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, പോളിപെപ്റ്റൈഡ് എന്ന് പറയുന്നുണ്ട് അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ പോളിപെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ പെപ്റ്റൈഡ് എന്താണെന്ന് ആദ്യം അറിയണം അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ പെപ്റ്റൈഡ് എഴുതി, ഇനി ഡൈപെപ്റ്റൈഡ് എഴുതും, പോളിപെപ്റ്റൈഡ് എഴുതും കേട്ടോ, ഓർത്ത് നോക്കാം. അതോടുകൂടി ആ ടോപ്പിക്ക് തീരും. അത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് വരക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ പെപ്റ്റൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? 2 അമിനോ ആസിഡ് ജോയിൻ ടുഗദർ ടു ഫോം എ പെപ്റ്റൈഡ് ബോണ്ട്. എന്നിട്ട് എന്ത് എഴുതണം? CONH ബോണ്ട് ഈസ് നോൺ ആസ് ദി പെപ്റ്റൈഡ് ബോണ്ട്. എന്നിട്ട് ഇത് എക്സാമ്പിൾ കൊടുക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. പെപ്റ്റൈഡ് ബോണ്ട് എന്താണെന്ന് ഡെഫിനേഷൻ ചോദിച്ചാൽ എന്താ ആദ്യം എഴുതണ്ടേ? 2 അമിനോ ആസിഡ് ജോയിൻ ടുഗദർ ടു ഫോം എ മോളിക്യൂൾ. ദാറ്റ് ബോണ്ട് ഈസ് നോൺ ആസ് പെപ്റ്റൈഡ് ബോണ്ട്. ഓർത്ത് നോക്കാം. ദെൻ CONH2 ലിങ്കേജ്, CONH ലിങ്കേജ്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ വരച്ചത് കാണിക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ അതിന്റെ താഴെ എഴുതി വെക്കും കേട്ടോ. താഴെ കേട്ടോ, ഫസ്റ്റ് പോയിന്റ് കേട്ടോ. ഇതിന്റെ താഴെ ഇപ്പൊ ഇത് വരച്ചു അല്ലെ. പെപ്റ്റൈഡ് ലിങ്കേജ് കേട്ടോ, പെപ്റ്റൈഡിന്റെ ഡെഫിനിഷൻ ആണ് ഇടുന്നത്. പെപ്റ്റൈഡ് ലിങ്കേജ് ഈസ് ആൻ അമൈഡ് ഫോം. പെപ്റ്റൈഡ് ലിങ്കേജ് ഈസ് ആൻ അമൈഡ് ഫോംഡ് ബിറ്റ്വീൻ ആരൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞേ? അമൈഡ് ഫോംഡ് ബിറ്റ്വീൻ ഏതൊക്കെ ഫംഗ്ഷൻ ഗ്രൂപ്പാ? നോക്കിയേ, ഏതൊക്കെയായിരുന്നു? കാർബോക്സിൽ ഗ്രൂപ്പ് ആൻഡ് ഈ ഗ്രൂപ്പിന്റെ പേര് എന്തായിരിക്കും? അമിനോ കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി എഴുതിയാൽ മതി കേട്ടോ, ഓർത്ത് നോക്കാം. പെപ്റ്റൈഡ് ലിങ്കേജ് ഈസ് ആൻ അമൈഡ് ഫോംഡ് ബിറ്റ്വീൻ COH ഗ്രൂപ്പ് and NH2 group, COOH group and NH2 group, COOH group and NH2 group. ഇനി അടുത്ത പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം. നെക്സ്റ്റ് ലൈനിൽ കേട്ടോ, ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ലൈനിൽ നമ്മൾ എഴുതുന്നത് ഡൈപെപ്റ്റൈഡ് ആണ് കേട്ടോ. ഡൈപെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പോ 2 അമിനോ ആസിഡ്സ് കേട്ടോ, ഓർത്ത് വെക്കാം. എഴുതി വെക്കാം. 2 അമിനോ ആസിഡ്സ് combine to form 2 amino acid combine to form dipeptide. 2 amino acids combine to form dipeptide. അപ്പൊ 3 ആണെങ്കിൽ എന്തായിരിക്കും? ട്രൈ കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോ ഒരു കൊടുത്തിട്ടുണ്ട് പെന്റാപെപ്റ്റൈഡ്, ഹെക്സാപെപ്റ്റൈഡ്. ഹെക്സാപെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ എത്ര അമിനോ ആസിഡ് ആയിരിക്കും? 6. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിന്റെ റിപ്പീറ്റേഷൻ ഒന്നും വേണ്ടില്ല. പോളിപെപ്റ്റൈഡ് എന്താണെന്ന് എഴുതാം കേട്ടോ, ഓർത്ത് വെക്കാം. അടുത്ത പോയിന്റ് പോളിപെപ്റ്റൈഡ് ആണ്. when the number of amino acid is more than 10, when the number of amino acid is more than 10, then the product are called polypeptide.
ഓർത്ത് നോക്കുക. അപ്പൊ നമ്മൾ നേരത്തെ 100 എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് ഇൻസുലിൻ. ഇൻസുലിൻ എന്താണ് ആക്ച്വലി? ഇൻസുലിൻ എന്താണ്? പ്രോട്ടീൻ ആണ്. ഇൻസുലിൻ എന്താ? പ്രോട്ടീൻ. അപ്പോൾ ആ ഇൻസുലിൻ എന്തിനാ ഉപയോഗിക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു അല്ലെ. ഇൻസുലിൻ എന്താണ് ആക്ച്വലി? ഷുഗറിന്റെ ലെവൽ കുറയ്ക്കാൻ അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ആക്ച്വലി. എവിടെ നിന്നാണ് സെക്രീറ്റ് ചെയ്യുക? ലെൻസ് ഓഫ് ലാംഗർഹാൻസില് പാൻക്രിയാസ് അല്ലെ. അതിൽ എന്തായിരുന്നു ആക്ച്വലി? ബീറ്റ സെൽ അല്ലെ. ബീറ്റ സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഷുഗറിന്റെ ലെവൽ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. ആ ഹോർമോൺ ഉണ്ടാക്കിയേക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? പ്രോട്ടീൻ വെച്ചിട്ടാണ്. ആ പ്രോട്ടീൻ 51 അമിനോ ആസിഡ്. എത്രയാണ്? 51. അപ്പൊ അത് വല്ല വൺ വേർഡ് ഒക്കെ ആയിട്ടൊക്കെ ചോദിക്കാം കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പൊ ഒന്ന് എഴുതി വെക്കാം താഴെ കേട്ടോ. ഓർത്ത് വെക്കാം. അടുത്തൊരു പോയിന്റ് ആയിട്ട് ഇൻസുലിൻ വിച്ച് കണ്ടെയ്ൻ 51 അമിനോ ആസിഡ്. ഇൻസുലിൻ വിച്ച് കണ്ടെയ്ൻ 51 അമിനോ ആസിഡ്. വൺ വേർഡ് ആയിട്ടൊക്കെ വരാം. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇൻസുലിൻ which contain 51 amino acid. അപ്പോൾ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനിൽ ഇത്രയാണ് കാര്യങ്ങൾ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ നമ്മൾ ഹെഡിങ് എഴുതിയത് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. അതിലെ മിഡിൽ പോയിന്റ് ആദ്യം എഴുതി. അതെന്തായിരുന്നു? പ്രോട്ടീന്റെ ഡെഫിനിഷൻ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് കഴിഞ്ഞിട്ട് ആ പ്രോട്ടീനിൽ നമ്മൾ പറയുന്നത് എന്താണ്? പോളിപെപ്റ്റൈഡ് ചെയ്യുന്നുള്ള വേർഡാണ് തുടങ്ങുന്നത് അല്ലെ. അപ്പൊ എന്താണ് പെപ്റ്റൈഡ് എന്ന് അറിയണം. പെപ്റ്റൈഡ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പെപ്റ്റൈഡിന്റെ ബോണ്ട് അല്ലെ എങ്ങനെ ഫോം ചെയ്തു എന്ന് വരച്ചു. ദെൻ അതിന്റെ ഒരു പോയിന്റ് എഴുതി. ആ പെപ്റ്റൈഡിന്റെ ഡെഫിനിഷൻ എഴുതി. അത് കഴിഞ്ഞ് ഡൈപെപ്റ്റൈഡ് എഴുതി. അത് കഴിഞ്ഞ് എന്ത് എഴുതി? പോളി പെപ്റ്റൈഡ് എഴുതി. പിന്നെ ഒരു എക്സാമ്പിൾ എടുത്ത് അവിടെ അവസാനിപ്പിച്ചു കേട്ടോ. ഓർത്ത് നോക്കാം. അടുത്ത സബ് ഹെഡിങ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻ. നെക്സ്റ്റ് ഹെഡിങ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻ. മെയിൻലി 2 ടൈപ്പ് ആണ് കേട്ടോ. ഓർത്ത് വെക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻ അണ്ടർലൈൻ ചെയ്യാം. എന്നിട്ട് എഴുതി വെക്കുക. ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്പ്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്പ്. ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്പ്. അണ്ടർലൈൻ ചെയ്യുക. ഫസ്റ്റ് വരുന്നത് ഫൈബ്രസ് പ്രോട്ടീൻ. ഫൈബ്രസ് പ്രോട്ടീൻ. ഫസ്റ്റ് വരുന്നത് ഫൈബ്രസ് പ്രോട്ടീൻ. ഫൈബ്രസ് പ്രോട്ടീൻ കേട്ടോ. ഒന്ന് എഴുതി വെക്കാം. ഫസ്റ്റ് പോയിന്റ് കേട്ടോ. ഫൈബ്രസ് പ്രോട്ടീനില് when the polypeptide chain run parallel, when the polypeptide chain run parallel and are held together by, when the polypeptide chain run parallel and are held together by hydrogen and disulfide bond, hydrogen and disulfide bond, comma, then fiber like structure is formed. Then fiber like structure is formed. അപ്പൊ ക്ലാസിഫിക്കേഷൻ ആദ്യം അല്ലെ ഫൈബ്രസ് പ്രോട്ടീൻ ആൻഡ് ഗ്ലോബുലർ പ്രോട്ടീൻ ഇതാണ് വരുന്നത്. നിങ്ങൾ ഫൈബ്രസ് പ്രോട്ടീൻ ആദ്യം കേൾക്കുമ്പോൾ തന്നെ എക്സാമ്പിൾ വെച്ച് പഠിക്കാൻ തുടങ്ങുക. കെരാറ്റിൻ. കെരാറ്റിൻ എന്തായിരുന്നു? ഹെയറിൽ വരുന്ന അല്ലെ പ്രോട്ടീൻ ആണ് ഈ പറയുന്ന കെരാറ്റിൻ. അതാണ് ആദ്യം ഓർത്ത് നോക്കേണ്ടത് ഫൈബ്രസ് പ്രോട്ടീൻ. സെക്കൻഡ് എക്സാമ്പിൾ മയോസിൻ. മസിൽ ഫൈബേഴ്സ് ആണ്. മസിലിന്റെ അകത്ത് വരുന്ന ഫൈബർ ആണ് മയോസിൻ. ഇത് രണ്ടുമാണ് എന്തിന് എക്സാമ്പിൾ വരുന്നത്? ഫൈബ്രസ് പ്രോട്ടീൻ. ദെൻ ഗ്ലോബൽ പ്രോട്ടീൻ ഓർത്ത് നോക്കുമ്പോൾ എക്സാമ്പിൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇൻസുലിൻ. ഇൻസുലിൻ അവിടെ ഓർത്ത് നോക്കാം. ആൽബുമിൻ. ഇൻസുലിൻ ആൻഡ് ആൽബുമിൻ. അങ്ങനെ ആദ്യം എക്സാമ്പിൾ പഠിക്കാം. അത് കഴിഞ്ഞ് അതിന്റെ ഡെഫിനിഷനിലേക്ക് വരാം. നമുക്ക് നോക്കാം ഫൈബ്രസ് പ്രോട്ടീൻ എങ്ങനെയാ അറേഞ്ച്മെന്റ് ചെയ്തേക്കുന്നത്. എങ്ങനെയാ നോക്കിയേ? റൺ പാരലൽ ആൻഡ് ഹെൽഡ് ടുഗദർ ബൈ, ഇവർ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ട്. ഹെൽഡ് ടുഗദർ ബൈ ഹൈഡ്രജൻ ഓർ ഡൈസൾഫൈഡ് ബോണ്ട്. മനസ്സിൽ കാണാൻ പറ്റണം. നമുക്കറിയാം ഹെയർ ഒക്കെ വരുന്ന സമയത്ത് അല്ലെ അത് വളരെ ലീനിയർ ആയിട്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പോകും. അവിടെ ഓർത്ത് നോക്കാം അല്ലെ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒക്കെ ഇവിടെയൊക്കെ പേരുകൾ എഴുതി വെക്കാറുണ്ട്. കെരാറ്റിൻ ട്രീറ്റ്മെന്റ്. എന്താ പരിപാടി? എന്ത് ട്രീറ്റ്മെന്റ് അത്? കെരാറ്റിൻ എന്ന് പറഞ്ഞ ഹെയറിൽ വരുന്ന എന്തിന്റെ ട്രീറ്റ്മെന്റാ? പ്രോട്ടീൻ അല്ലെ. കെരാറ്റിൻ പ്രോട്ടീൻ ആണ് സാധാരണ ആൾക്കാർക്കൊക്കെ എന്നിട്ടാണ്. ഇനി പ്രോട്ടീൻ ഇങ്ങനെ പുറത്തു കൂടി കൊടുത്തുകൊണ്ട് ആ മുടി അത് വലിച്ച് വലുതാവോ ഇല്ലയോ? നിങ്ങൾ പറ, സയൻസ് പഠിക്കുന്ന ആൾക്കാരല്ലേ. വലുതാവോ?
കെരാറ്റിൻ ട്രീറ്റ്മെന്റ് പുറത്തു കൂടി കൊടുത്തിട്ട് അത് വലുതാവോ ഇല്ലയോ? ഇല്ല കേട്ടോ, ഓർത്തുക. അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റും എന്താണ് ടെമ്പററി ആയിട്ട് പുറത്ത് കൊടുക്കുന്ന ഷൈനിങ് ഓർ എന്താണ് ആക്ച്വലി അല്ലെ കെരാറ്റിൻ ഉള്ളതുകൊണ്ട് മുടിക്ക് എന്തുണ്ടാവും, നാച്ചുറൽ ആയിട്ടുള്ള ഇതുണ്ടാവും. പുറമേ നിന്ന് നമ്മൾ അത് എക്സ്ട്രാ കൊടുക്കുന്ന സമയത്ത് ഒരു പോളിഷ് പോലെ ജസ്റ്റ് നിർത്താം. മുടി റിയൽ ആയിട്ട് ഹെൽത്തി ആവണമെങ്കിൽ എന്ത് കൊടുക്കണം, എന്തെല്ലാം കാര്യങ്ങൾ കൊടുക്കണം? പ്രോട്ടീൻ തന്നെ അല്ലെ അവിടെ പറയുന്നുണ്ട്. ഇന്റേണൽ ആയിട്ട് വരുന്ന പ്രോട്ടീൻ കൊടുക്കണം. പിന്നെ നടക്കുന്ന ഇവിടെയുള്ള എല്ലാ ട്രീറ്റ്മെന്റും എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ കാണിക്കുന്ന ഓയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? സയൻസ് പഠിക്കുന്ന ആൾക്കാർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗിക്കണ്ടേ? ഇതിനെല്ലാത്തിനും ഒരൊറ്റ എയിമുള്ളൂ, എല്ലാത്തിനും. ഒരു കമ്പനിയുടെ പേരൊന്നും പറയില്ല, അവർ കൊടുക്കണ ഇതിന്റെ മുകളിലൊരു ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഈ കമ്പനിയുടെ പേര് പറയാൻ പാടില്ല, ക്ലാസ് ഒക്കെ ഉള്ളതല്ലേ, ഓർത്ത് വെക്കാം. ഇങ്ങനൊരു അല്ലെ അവരുടെ ആ ഓയിൽ അതിൽ കൂടിയാണ് വരുന്നത്. ആ കമ്പനി ഭയങ്കര പരസ്യമൊക്കെ കൊടുത്തിട്ട് വരുന്നതാണ്. പക്ഷെ അതിലൊരു ഉപകാരം ആ പരിപാടിയെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൽ വരുന്ന മസാജ് ചെയ്യുമ്പോഴൊക്കെ വരുമ്പോൾ എന്ത് പറ്റും? ബ്ലഡ് സർക്കുലേഷൻ കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന സമയത്ത് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ആണ് വരുന്നത് അല്ലെ, ഓർത്ത് നോക്കുക. നിങ്ങൾക്ക് ഇവിടെ എത്തണമെങ്കിൽ അല്ലെ വണ്ടിയോ അങ്ങനെ അതുപോലെ ആ ബ്ലഡിൽ കൂടിയാണ് എന്ത് എത്തുന്നത്? ഇതിന് വരുന്ന പ്രോട്ടീൻസ് അതുപോലെ മിനറൽസ് ഒക്കെ ഹെയറിലേക്ക് വരുന്നത്. അപ്പോ കെരാറ്റിൻ രണ്ട് കാര്യങ്ങളായിട്ട്, ഒന്ന് നന്നായിട്ട് വെള്ളം കുടിക്കണം അല്ലെ, സ്കിൻ അതുപോലെ ഹെയറിലൊക്കെ വാട്ടറിന്റെ കൺസിസ്റ്റൻസ് ഓരോ പേഴ്സണിനും ഡിഫറെന്റ് ആയിരിക്കും. ഇയാളില് വാട്ടർ റിട്ടൻഷൻ ആയിരിക്കില്ല ഇയാൾക്ക്, അത് കറക്റ്റ് ആയിരിക്കണം. രണ്ടാമത് നല്ല പ്രോട്ടീനിഷ്യസ് ആയിട്ടുള്ള ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫുഡ്സ് കഴിക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് വെറുതെ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല, അതെന്ത് ചെയ്യണം? നന്നായിട്ട് കോംബ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ക്ലിയർ ചെയ്യുക. അപ്പോൾ എന്ത് വരും? ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വരുമ്പോൾ കൂട്ടും. എന്ന് കരുതി മറ്റേതൊക്കെ നല്ല ചീത്തയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് പോളിഷ് ചെയ്ത് അല്ലെ നല്ല രസമായിട്ടൊക്കെ പുറമേ നിൽക്കുന്നതാണ്. റിയൽ ഹെൽത്തിലേക്ക് വന്നെങ്കിൽ അത് ചെയ്യണം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കെരാറ്റിൻ എന്ന് വേർഡ് പഠിച്ചിട്ടേ പല ആൾക്കാരും ഞാൻ പഠിച്ചിട്ടുണ്ട്, എന്നാ പിന്നെ ആ ട്രീറ്റ്മെന്റ് അത് ഇരിക്കട്ടെ, മുടി പിടിച്ചോ, അങ്ങനെ മുടി അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അത് കൊടുക്കുന്നത് കെരാറ്റിൻ എന്ന് പറയുന്ന നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്നതിന് പകരം മുടി പൊട്ടുന്ന അല്ലെങ്കിൽ അതിൽ ചെറിയൊരു ഇതൊക്കെ വരുന്ന ആ പുറത്തുള്ള ഒരു പോളിഷ് പോലെ നിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ അത് നല്ലതാണ്. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? നന്നായിട്ട് ഫുഡ് കഴിക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്, ഫൈബ്രസ് പ്രോട്ടീൻ ആൻഡ് ഗ്ലോബുലർ പ്രോട്ടീൻ. ഫൈബ്രസിന് എന്തായിരുന്നു എക്സാമ്പിൾ? കെരാറ്റിൻ അല്ലാതെ വേറെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു, മയോസിൻ കേട്ടോ, ഓർത്ത് വെക്കാം. ദെൻ ഗ്ലോബുലർ പ്രോട്ടീൻ എന്തായിരുന്നു എക്സാമ്പിൾ? ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ആവശ്യമുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഒരു ഡയബറ്റിക്സ് ഒക്കെ വന്ന ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിന്റെ പേരിൽ എന്തായിരുന്നു? ഇൻസുലിൻ കേട്ടോ, ഓർത്ത് വെക്കാം, ഇൻസുലിൻ. അപ്പൊ പോരുത് അത് വെച്ചിട്ടാ. ഇനി ഫൈബ്രസ് പ്രോട്ടീന്റെ ഡെഫിനിഷൻ പറഞ്ഞു. പാരലൽ ആണ് അല്ലെ, പോളിപെപ്റ്റൈഡ് ചെയിൻ റൺ പാരലൽ ആൻഡ് ഹെൽഡ് ടുഗദർ ബൈ ഓർ ഡൈസൾഫൈഡ് ബോണ്ട് കണ്ടോ, ഓർത്ത് വെക്കാം. അങ്ങനെ അറ്റൻഡീവ് ആയിരുന്ന കിട്ടിക്കോളും. ദെൻ എക്സാമ്പിൾ എഴുതുക കേട്ടോ. എക്സാമ്പിൾ എഴുതിയേ ഫൈബ്രസ് പ്രോട്ടീൻ കേട്ടോ, ഓർത്ത് വെക്കുക. എക്സാമ്പിൾ ഫസ്റ്റ് കെരാറ്റിൻ, KERATIN, keratin hyphen present in hair, wool, silk. Keratin കേട്ടോ, ഓർത്ത് വെക്കുക. എക്സാമ്പിൾ keratin hyphen present in hair, wool, silk. സിൽക്ക് കേട്ടോ, സിൽക്ക്. അടുത്ത മയോസിൻ, MYOSIN, മയോസിൻ ഹൈഫൺ പ്രസന്റ് ഇൻ മസിൽസ്, MYOSIN, മയോസിൻ ഹൈഫൺ പ്രസന്റ് ഇൻ മസിൽ. നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞോ? ഇന്നായിരുന്നു ലാസ്റ്റ്, കഴിഞ്ഞിട്ടില്ല. മാത്സ് അതോടുകൂടി കഴിയും. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക, ഗ്ലോബുലർ പ്രോട്ടീൻ. നെക്സ്റ്റ് ഹെഡിങ് ഗ്ലോബുലർ പ്രോട്ടീൻ, GLOBULAR, ഗ്ലോബുലർ പ്രോട്ടീൻ. എഴുതി വെക്കുക, when the chain of polypeptides coil around to give a spherical shape. When the chain of polypeptides coil around to give a spherical shape. അടുത്ത പോയിന്റ്,
ദീസ് ആർ യൂഷ്വലി സോലുബിൾ ഇൻ വാട്ടർ. അപ്പൊ നേരത്തെ എന്തായിരിക്കും? ഹെയർ ഒക്കെ എന്തായിരിക്കും? ഇൻസോലുബിൾ ആയിരിക്കും അല്ലെ? അപ്പൊ ജനറലി കേട്ടോ ഓർത്ത് നോക്കാം. മറ്റടുത്ത് ഇൻസോലുബിൾ ആണ് കേട്ടോ ഓർത്ത് നോക്കാം. ഇതിന് ഫൈബ്രസ് ഇൻസോലുബിൾ ആണ് കേട്ടോ. അത് നമ്മളത് എഴുതിയിട്ടില്ല, അവിടെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ജനറലി ഇൻസോലുബിൾ ഇൻ വാട്ടർ. നേരത്തെ ഫൈബ്രസ് പ്രോട്ടീന്റെ അവിടെ ആ ഒരു പോയിന്റ് ഒന്ന് ആഡ് ചെയ്ത് വെക്കണം കേട്ടോ. ജനറലി ഇൻസോലുബിൾ ഇൻ വാട്ടർ ഫൈബ്രസ്. ഗ്ലോബുലറിന്റെ അവിടെ എഴുതി വെക്കുക യൂഷ്വലി സോലുബിൾ ഇൻ വാട്ടർ. ദീസ് ആർ യൂഷ്വലി സോലുബിൾ ഇൻ വാട്ടർ. ഗ്ലോബുലർ ആണ്. ദീസ് ആർ യൂഷ്വലി സോലുബിൾ ഇൻ വാട്ടർ. എക്സാമ്പിൾ കേട്ടോ. എക്സാമ്പിൾ ഇൻസുലിൻ ആൻഡ് ആൽബുമിൻ. എക്സാമ്പിൾ ഇൻസുലിൻ ആൻഡ് ആൽബുമിൻ. ആൽബുമിൻ ALBUMIN ആൽബുമിൻസ്. ഇനി നമ്മൾ വീണ്ടും അടുത്തൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് എഴുതുന്നത്. നെക്സ്റ്റ് ലൈനിൽ എഴുതി വെക്കാം കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ എഴുതിയത് 2 ടൈപ്പായിട്ട് 2 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. അതിന്റെ മോളിക്കുലർ ഷേപ്പ് ബേസ് ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ. ഓർത്ത് വെക്കാം. അടുത്ത് എഴുതി വെക്കുക. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക സ്ട്രക്ചർ ആൻഡ് ഷേപ്പ് ഓഫ് പ്രോട്ടീൻ. സ്ട്രക്ചർ ആൻഡ് ഷേപ്പ് ഓഫ് പ്രോട്ടീൻ can be structure and shape of protein can be studied at 4 different level. Studied at 4 different level. 4 different level. ഓർത്ത് വെക്കാം. ഹൈഫൺ എന്തൊക്കെയാണത്? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൻഡ് കോർഡിനറി. ഓർത്ത് വെക്കാം. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൻഡ് കോർഡിനറി. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൻഡ് കോർഡിനറി. അപ്പോ അങ്ങനെ 4 ആയിട്ട് നമ്മൾ അതിനെ വീണ്ടും ഒന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓർത്ത് വെക്കാം. 4 ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം പ്രൈമറി. നെക്സ്റ്റ് ഹെഡിങ് പ്രൈമറി. ഒരു മിനിറ്റ് കേട്ടോ. ചാർജ് കുറവാണ്. അപ്പൊ ഒന്ന് ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ഇപ്പൊ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഇതിലേക്ക് വേറെ ലിങ്ക്, ഈ ലിങ്ക് തന്നെയാണ്. ഇതിന് ചാർജ് കുറവായിട്ട് ഇത് ഓഫ് ആവാൻ ചാൻസ് ഉണ്ട്. വേണ്ട വേണ്ട വേണ്ട, നിങ്ങളവിടെ തന്നെ നിന്നാൽ മതി കേട്ടോ. ഇപ്പോൾ തന്നെ ഹെഡിങ് എഴുതി കേട്ടോ. പ്രൈമറി. പ്രൈമറി എന്ന് പറയുന്ന സമയത്ത് ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ കോയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് പറയുന്നത്. പോളിപെപ്റ്റൈഡ് ചെയിൻ കോയിലായിട്ട് വരും എന്നുള്ളതാണ് വരുന്നത്. ഇപ്പൊ ഇതൊരു ചെയിൻ ആണെന്ന് കരുതുക. ഇപ്പൊ ഇതൊരു ചെയിൻ ആണ്. ഈ ചെയിൻ എടുത്തിട്ട് ഇത് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തു കൊണ്ട് ഓർത്ത് നോക്കാം, ഒരു കോയിലായി അല്ലെ. ഓർത്ത് നോക്കാം. ഇതേ റൗണ്ട് ഇതേ ഇതില് വീണ്ടും അടുത്ത സീക്വൻസിൽ ചെയ്യാണ്. ഇപ്പൊ ഇവിടെ നിന്ന് ചെറുതായിട്ടൊരു കോയിൽ ചെയ്തു, ഇവിടെ നിന്ന് അടുത്ത സീക്വൻസിൽ ഒരു 10 സെന്റിമീറ്റർ വെച്ച് വീണ്ടും കോയിൽ ചെയ്തു കൊണ്ട് ഓർത്ത് നോക്കാം. ഇങ്ങനെ ഒരു പോയിന്റിൽ ഒരു പെർട്ടിക്കുലർ സീക്വൻസിൽ കോയിലായാൽ അത് പ്രൈമറി. ഐഡിയ മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒരു 10 സെന്റിമീറ്റർ ഒരു പോയിന്റിൽ ഒരു കോയിൽ ചെയ്തു, ഒരു 10 ആണ്, അടുത്ത ഒരു 10 എടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്യുക, അവിടെ കോയിൽ ചെയ്യുക. അങ്ങനെ 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 കോയിൽ ചെയ്താൽ എന്ത് വരും? പ്രൈമറി. അതാണ് പറയുന്നത്. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന ഒരു വേർഡ് ഉണ്ട്, സീക്വൻസ്.
എന്താ ഉദ്ദേശിക്കേണ്ടത്? സീക്വൻസ്. അപ്പോ അങ്ങനെ വന്നാൽ അത് പ്രൈമറി. ഇനി ശ്രദ്ധിക്കുക, ഈ പ്രൈമറി ഇങ്ങനെ കോയിൽ ചെയ്തേക്കുന്നത് വീണ്ടും ഫർദർ കോയിലിംഗ് അല്ലെങ്കിൽ കോംപ്ലക്സ് സ്ട്രക്ചർ വന്നാൽ എന്ത് വിളിക്കും? സെക്കൻഡറി. സെക്കൻഡറിക്ക് വീണ്ടും കോയിൽ ചെയ്താൽ എന്ത് വരും? ടെറിഷറി. ടെറിഷറി വീണ്ടും കോയിൽ ചെയ്താൽ എന്ത് വരും? ക്വാട്ടറി. പക്ഷെ അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ക്വാട്ടറിയിൽ 2 ഡിഫറെന്റ് പോളിപെപ്റ്റൈഡ് ചെയിൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരെണ്ണം, ഇതെന്ത് കളറാ? വൈറ്റ് ആണ്. ഇതുപോലെ തന്നെ വേറൊരു പോളിപെപ്റ്റൈഡ് ചെയിൻ ഞാനൊരു വേറെ കളറിൽ ഒരു എന്താ പറയാ കൊണ്ടുവന്നിട്ട് ഡിഫറെന്റ് ആയിട്ടായിരിക്കും 2 ഡിഫറെന്റ് പോളിപെപ്റ്റൈഡ് ചെയിൻസ് യൂസ് ചെയ്യും അതിൽ ക്വാട്ടറിയിൽ. അങ്ങനെയാണ് വരുന്നത്, സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് വരുന്നത് കേട്ടോ. നോക്കാം. അപ്പൊ പ്രൈമറി വീണ്ടും കോംപ്ലക്സ് ആയ എന്തായി? സെക്കൻഡറി. സെക്കൻഡറി വീണ്ടും കോയിൽ ചെയ്ത എന്തായി? ടെറിഷറി. ആ ഒരു രീതിയിലാണ് പോകുന്നത്. പക്ഷെ ഈ 4 സ്ട്രക്ചർ ഉണ്ടെങ്കിലും അതിൽ പഠിക്കാനായിട്ടുള്ളത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് സെക്കൻഡറി സ്ട്രക്ചർ ആണ്. സെക്കൻഡറിയിൽ 2 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ആൽഫ ഹെലിക്സ് ആൻഡ് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്ന 2 ടൈപ്പ് ഉണ്ട്. അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഏതൊക്കെ സ്ട്രക്ചർ ഉണ്ട്? 4 അല്ലെ? ഓർത്ത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എഴുതി കേട്ടോ. 4 പ്രൈമറി. പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ഹെഡിങ്. അതിൽ ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക. ഈച്ച് പോളിപെപ്റ്റൈഡ് പ്രൈമറിയിൽ എഴുതാ. ഈച്ച് പോളിപെപ്റ്റൈഡ് ഇൻ എ പ്രോട്ടീൻ, each polypeptide in a protein has amino acid linked with each other in a specific sequence. ആ വേർഡ് അണ്ടർലൈൻ ചെയ്യും. സ്പെസിഫിക് സീക്വൻസ് എന്നുള്ളത് നിങ്ങൾ എഴുതുമ്പോൾ ആ വേർഡ് ഉണ്ടായിരിക്കണം, സ്പെസിഫിക് സീക്വൻസ്. And it is this sequence of amino acid that is said to be primary structure of that protein. Each other in a specific sequence. എഴുതിയോ? And it is this sequence of amino acid that is said to be the primary structure of protein. That is said to be primary structure of protein. അപ്പോൾ ഒറ്റയടിക്ക് പറയാവുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിൽ അതേ വേർഡ് നമ്മൾ എഴുതുന്നു കേട്ടോ. ഡെഫിനിഷനിൽ വേറെ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ അതേ വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്യുക, വേർഡ് പിക്ക് ചെയ്യുക. എന്താണ്? സ്പെസിഫിക് സീക്വൻസ്. ഇവിടെ ഓർത്ത് വെക്കാം. ഇനി സെക്കൻഡ് ഹെഡിങ് എഴുതി വെക്കുക. എന്തായിരുന്നു? സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക. They are found to exist in 2 different type of structure. They are found to exist in 2 different type of structure. They are existing to 2 different type of structure. Alpha helix, alpha sign, alpha helix and beta pleated sheet structure. Exist in 2 different type of structure. Alpha helix and beta sign അറിയാലോ. beta pleated, pleated pleated sheet structure. Beta pleated sheet structure. അപ്പോൾ അവിടെ ആദ്യം പറയുന്നത് ആൽഫ ഹെലിക്സ് സ്ട്രക്ചർ എന്നാണ്. ആൽഫ ഹെലിക്സ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്പ്രിങ് കണ്ടിട്ടുണ്ടാവില്ലേ? സ്പ്രിങ്. ആ സ്പ്രിങ് മനസ്സിൽ ഒന്ന് കൊണ്ടുവരാൻ നോക്കുക. അതുപോലെ ഇരിക്കുന്നൊരു സ്ട്രക്ചറിലേക്കാണ് അവർ പറയുന്നത് ആൽഫ ഹെലിക്സ് സ്ട്രക്ചറിൽ. അങ്ങനെ വരുന്ന ആ സ്ട്രക്ചർ ആണ് ആക്ച്വലി ഈ ആൽഫ ഹെലിക്സ് എന്ന് പറഞ്ഞ് അവര് കൊടുത്തു വെച്ചേക്കുന്നത്. ദെൻ ഇവിടെ ഓർത്തു വെക്കേണ്ടത് ഈ ആൽഫ ഹെലിക്സ് ഉണ്ടാവാനായിട്ടുള്ള കാരണം അവർ പറയുന്നത് പോളിപെപ്റ്റൈഡ് ചെയിൻ കോയിലിന് റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഓർത്തു നോക്കുക. പോളിപെപ്റ്റൈഡ് ചെയിൻ
കോയിൽ അറൌണ്ട് ഇൻ എ റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ. ആ രീതിയിലാണ് അവര് പറഞ്ഞു പോകുന്നത്. ഓർത്ത് വെക്കാം, ഇതുപോലെ ഇങ്ങനെ കോയിൽ ചെയ്തിട്ടാ വരിക. അപ്പൊ ഈ കോയിലിങ്ങില് ഓർത്ത് വെക്കേണ്ടത് ഈ ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, ഇവിടെ തമ്മിൽ എങ്ങനെയായിരിക്കും വരുന്നത്, ലിങ്ക് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, NH ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ, NH ബോണ്ട് എവിടെയായിരിക്കും വരുന്നത്? NH നമ്മൾ നേരത്തെ പറഞ്ഞു, പെപ്റ്റൈഡ് ബോണ്ടിൽ എന്തുണ്ട്? CONH. ഓർമ്മയുണ്ടോ? പെപ്റ്റൈഡ് ബോണ്ട് നേരത്തെ ഇങ്ങനെ ഒരു ബോക്സിലൊക്കെ ഇട്ട് വരച്ചില്ലേ? ഓർത്ത് നോക്കുക, അത് ഒരെണ്ണോ ഇരിക്കുമോ? അല്ല. അപ്പൊ ഇവിടെ നോക്കി ഏതൊക്കെ ലൈൻ കാണാൻ പറ്റുന്നുണ്ട്? ബ്ലാക്ക് ആൻഡ് റെഡ് അല്ലെ? അപ്പൊ അതുപോലെ ഇങ്ങനെ ഒരു ബാൻഡ് പോലെ ഇരിക്കുന്നതാണ് ആക്ച്വലി വരുന്നത്. ഈ ബാൻഡില് ഇവിടെ ഒരു N-ഉം ഇവിടെ ഒരു H-ഉം ഉണ്ട്, NH. ഇതിങ്ങനെ നോക്കുക, NH. ഇനി ഇവിടെയാണെങ്കിൽ C ഡബിൾ ബോണ്ടോ ആണോ? ഓർത്ത് നോക്കുക, ഡബിൾ ബോണ്ടോ O ഉണ്ടാവും. അപ്പോ ഈ N-ഉം ഈ H-ഉം അല്ലെ, ഓക്സിജൻ ഹൈലി എന്തായിരിക്കും? ഓക്സിജൻ എന്തായിരിക്കും? ഹൈലി ഇലക്ട്രോ നെഗറ്റീവ്. ഓക്സിജൻ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ആ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ ഈ H-നെ അട്രാക്ട് ചെയ്യും. ഈ H-നെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അങ്ങനെ അട്രാക്ട് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? കോയിൽ ചെയ്തിട്ട് എന്തായി മാറും? ഒരു ഹെലിക്സ് ആയിട്ടുള്ള സ്ട്രക്ചറിലേക്ക് വരും. കോയിൽ ചെയ്ത് എന്ത് വരും? ഹെലിക്സ്. നിങ്ങൾക്ക് അറിയാവുന്ന സ്പ്രിങ്ങിനെയൊക്കെ ഓർത്ത് നോക്കുക, അതുപോലെ ഇങ്ങനെ ഇങ്ങനെ കോയിൽ ചെയ്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ സ്ട്രക്ചറിലേക്ക് വരും കേട്ടോ. ഓർത്ത് വെക്കുക, അതാണ് വരുന്നത്. ഇതിന്റെ സ്ട്രക്ചർ ഒന്നും നമുക്ക് വരക്കാനില്ല, പക്ഷെ നമുക്ക് അതിന്റെ വേർഡ് ഉണ്ട്. വേർഡിൽ ആദ്യത്തെ പോയിന്റ് പറയുന്നത് പോളിപെപ്റ്റൈഡ് ചെയിൻ കോയിൽ അറൌണ്ട് ഇൻ എ റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ. അതാണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ മെൻഷൻ ചെയ്യാം. ഇനി ആ കോയിലിന്റെ റീസൺ എഴുതും. റീസൺ എന്തായിരിക്കും? ഈ ബോണ്ടിന്റെ പേരെന്താ? ഹൈഡ്രജൻ ബോണ്ടിങ്. ആ രണ്ട് പോയിന്റുകളാണ് നമുക്ക് അവിടെ വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ സ്റ്റെബിലിറ്റി ഓഫ് ആൽഫ ഹെലിക്സ് സ്ട്രക്ചർ വിച്ച് ബോണ്ട് എന്ന് ചോദിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ഓപ്ഷനിൽ മൾട്ടിപ്പിൾ ചോയ്സിൽ ഇതിനു ചോദിച്ചേക്കുന്ന ക്വസ്റ്റൻ ആണ് ബോർഡില്. അപ്പോ അവിടെ വരുമ്പോൾ മിക്ക കുട്ടികൾക്കും പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാവും, ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. നമുക്കറിയാം, പ്രോട്ടീൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? പെപ്റ്റൈഡ് ബോണ്ട്. പക്ഷേ ആൽഫ ഹെലിക്സിന് സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ എന്ത് ബോണ്ട് വേണം? ഹൈഡ്രജൻ ബോണ്ട് വേണം. എന്തായിരിക്കും? ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ സെക്കൻഡറി സ്ട്രക്ചറിന്റെ റീസൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാൽ അതിന്റെ ആൻസർ സെക്കൻഡറി സ്ട്രക്ചറിൽ രണ്ട് ഹെഡിങ് ഉണ്ട്. ഏതാ? ആൽഫ ഹെലിക്സ് ആൻഡ് ബീറ്റ പ്ലേറ്റഡ്. അതിന്റെ ഗീവ് റീസൺ പോലെയുള്ള എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അതിന്റെ ആൻസർ എന്തായിരിക്കണം? ഹൈഡ്രജൻ ബോണ്ടിങ് കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ 2 പോയിന്റ് ആയിട്ട് എഴുതാൻ പോകുന്നത് കേട്ടോ. ഒന്ന് എഴുതി വെച്ചു. സെക്കൻഡറി സ്ട്രക്ചർ, അതിന് താഴെ ആൽഫ ഹെലിക്സ് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ആൽഫ ഹെലിക്സ്, ആൽഫ ഹെലിക്സ്, ആൽഫ ഹെലിക്സ് കേട്ടോ. ആൽഫ ഹെലിക്സ് അണ്ടർലൈൻ ചെയ്യുക. ആൽഫ ഹെലിക്സിന്റെ ഡെഫിനിഷൻ ആണ് എഴുതുന്നത് കേട്ടോ. A polypeptide chain, a polypeptide chain, a polypeptide chain forms, a polypeptide chain forms all possible hydrogen bonds, all possible hydrogen bonds, all possible hydrogen bonds. എന്തുപറ്റി വയ്യത് ആണോ? ഇരിക്കട്ടോ. ഓൾ പോസിബിൾ ഹൈഡ്രജൻ ബോണ്ട് by twisting into a right-handed screw. Twisting into a right-handed screw. Twisting into a right-handed screw. കേട്ടോ. അതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക കേട്ടോ. ഓർത്ത് വെക്കാം. സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കാം. സ്റ്റെബിലിറ്റി ഓഫ് ആൽഫ ഹെലിക്സ്, സ്റ്റെബിലിറ്റി ഓഫ് ആൽഫ ഹെലിക്സ്, സ്റ്റെബിലിറ്റി ഓഫ് ആൽഫ ഹെലിക്സ് ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ട്, ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ട്. ബയോമോളിക്യൂൾ സ്കൂളിൽ കഴിഞ്ഞാലേ അതില് നമ്മള് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, കോർണറി സ്ട്രക്ചർ ഏതിന്റെ? പ്രോട്ടീൻ്റെ. അവിടെ നിന്നാണ് എത്തിക്കുന്നത് കേട്ടോ. ആൽഫ ഹെലിക്സ്. അടുത്ത ഹെഡിങ് എഴുതി വെക്കുക. ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് സ്ട്രക്ചർ, ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് സ്ട്രക്ചർ, ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് സ്ട്രക്ചർ. അപ്പോ ഇതെന്തായിരുന്നു ചെയ്തേക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കിയേ. ഇത് പോളിപെപ്റ്റൈഡ് ചെയിൻ എന്തായിരുന്നു? കോയിൽ അറൌണ്ട് ഇൻ എ റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ അല്ലെ?
അങ്ങനെ വരുമ്പോഴാണ് എന്ത് വന്നേക്കുന്നത്, ആൽഫ ഹെലിക്സ് ഫോം ചെയ്തേക്കുന്നത്. ഇനി ബീറ്റ പ്ലീറ്റ് ഷീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു കോയിലായിട്ടുള്ള പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യും, സ്ട്രെച്ച് ചെയ്യും, വലിക്കും പിടിച്ച് അല്ലെ. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു, പ്രൈമറി എങ്ങനെ ഇരിക്കുന്ന പറഞ്ഞേ, ഇങ്ങനെ ഇരിക്കും അല്ലെ, ഓർത്ത് നോക്കുക. സെക്കൻഡറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പ്രൈമറി ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും അല്ലെ, ഒരേ സീക്വൻസിൽ കോയിൽ ചെയ്ത പ്രൈമറി ആണ്. ഇനി ഇതേപോലെ ഇരിക്കുന്ന ഒരു സംഭവമാണെന്ന് കരുതുക, ഇതിനെ നിങ്ങൾ പിടിച്ച് വലിക്കുകയാണെന്ന് കരുതുക, അതെ ഇതുപോലെ ഓർത്ത് നോക്കുക. ഇത് ഇതിന്റെ വയർ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ വലിച്ച് കാണിച്ചു തന്നെ. ഓർത്ത് നോക്കുക, ഇപ്പൊ ഇങ്ങനെ നമ്മൾ കോയിൽ ചെയ്ത് വെച്ചേക്കുന്നതാണ് അല്ലെ, ഇങ്ങനെ കോയിൽ ചെയ്ത് നല്ല ഹെലിക്സ് ഒക്കെ പോലെ സ്പ്രിംഗ് ഒക്കെ പോലെയൊക്കെയുള്ള സ്ട്രക്ചറാണ് ആൽഫ ഹെലിക്സ്. ഓർത്ത് നോക്കാം. ഇത് അച്ഛന്റെ കൈ കിട്ടി കേട്ടോ, ഓർത്ത് നോക്കുക. അച്ഛന് ഇഷ്ടമായില്ല, സ്പ്രിങ് പോലെ ഇരിക്കുകയാണെന്നായിരുന്നു. ഇതിനെ മാക്സിമം പിടിച്ച് വലിച്ചാൽ എങ്ങനെയാവും, ഇതേ അതുകൊണ്ടോ ഷീറ്റ് പോലെ നമുക്ക് അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇതും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാവും. ഇതുപോലെ ആവണമെന്നൊന്നുമില്ല, മാക്സിമം എക്സ്റ്റൻഷനിൽ പിടിച്ച് വലിക്കാം. ഇങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള ആ ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട്. ഓർത്ത് നോക്കുക. അപ്പൊ എങ്ങനെയായിരിക്കും എന്റെ ഡെഫിനിഷൻ പറയാം, പോളിപെപ്റ്റൈഡ് ചെയിൻ എങ്ങനെയായിരിക്കും, സ്ട്രെച്ച് അല്ലെ. ഓർത്ത് നോക്കുക, എന്തായിരിക്കും, മാക്സിമം എക്സ്റ്റൻഷൻ ആണ്. ഓർത്ത് നോക്കുക. അപ്പൊ പോളിപെപ്റ്റൈഡ് ചെയിൻ എങ്ങനെയായിരിക്കണം, സ്ട്രെച്ച് അല്ലെ, മാക്സിമം എക്സ്റ്റൻഷൻ ടു ഫോം എ എന്താണ്, ഷീറ്റ് ലൈക്ക് സ്ട്രക്ചർ, ടു ഫോം എ ഷീറ്റ് ലൈക്ക് സ്ട്രക്ചർ. അപ്പൊ ആ കാര്യം മനസ്സിൽ കൊണ്ടുവരാം. ഇനി ഞാൻ പറഞ്ഞു ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, ഇന്നേ വരെ വന്നേക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു, സ്റ്റെബിലിറ്റി ആണ്. സ്റ്റെബിലിറ്റി ഓഫ് ദിസ് ബീറ്റ പ്ലീറ്റഡ് എന്തായിരിക്കണം, ഹൈഡ്രജൻ ബോണ്ട് കേട്ടോ. ഓർത്ത് നോക്കുക, അത് മറക്കരുത്. ഓക്കെ, അപ്പൊ ആ 2 പോയിന്റ് ആയിട്ട് എഴുതാം കേട്ടോ. ഓക്കെ, എഴുതി വെക്കും. In beta structure, all peptide chain are stretched out. In beta structure, all peptide chain are stretched out to nearly maximum extension. And then laid side by side. And then laid side by side. And then laid side by side. Which are held together by internuclear hydrogen bond. Which are held together by internuclear hydrogen bonds. Which are held together by internuclear hydrogen bonds. ഈ 2 സ്റ്റേറ്റ്മെന്റിലും 2 കാര്യം ഒരേ വേർഡ് അണ്ടർലൈൻ ചെയ്യുക, ഇന്റർന്യൂക്ലിയർ ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ട് എന്നുള്ള വേർഡ് മാത്രം അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ഹൈഡ്രജൻ ബോണ്ട്. ഇതിലാണെങ്കിൽ ഇന്റർന്യൂക്ലിയർ ഹൈഡ്രജൻ ബോണ്ട്, നേരത്തെ ഹൈഡ്രജൻ ബോണ്ട് എന്ന് എഴുതിയിട്ട് അത് മാത്രം കേട്ടോ. എല്ലാത്തിലും ഇന്റർന്യൂക്ലിയർ ഹൈഡ്രജൻ ബോണ്ട് തന്നെയാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. നേരത്തെ ഹൈഡ്രജൻ ബോണ്ട് നമ്മൾ കണ്ടല്ലേ കേട്ടോ, ഇതും തമ്മിലുള്ള ആ ഹൈഡ്രജൻ ബോണ്ട് ആണ്. അത് തന്നെയാണ് ഇവിടെ വരുന്നത്, സൈഡ് ബൈ സൈഡ് ആയിരിക്കും കേട്ടോ. ഓർത്ത് വെക്കാം, സൈഡ് ബൈ സൈഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ 2 വേർഡ് അണ്ടർലൈൻ ചെയ്യുക. അടുത്ത ഹെഡിങ് എഴുതി വെക്കാം, ടെറിഷറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ടെറിഷറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. Tertiary structure of protein. ഞാൻ നേരത്തെ പറഞ്ഞു പ്രൈമറി ഫർദർ ഫോൾഡ് ചെയ്താൽ എന്ത് കിട്ടും, സെക്കൻഡറി ഫർദർ ഫോൾഡ് ചെയ്താൽ ടെറിഷറി വീണ്ടും എന്താണ്, 2 ഡിഫറെന്റ് പോളിപെപ്റ്റൈഡ് ചെയിൻ വീണ്ടും കോയിൽ ചെയ്ത് എന്ത് കിട്ടും, കോർഡിനറി കേട്ടോ. അതേ ഐഡിയ തന്നെയാണ്. അതിലാകെ മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടുള്ളത് എന്തും ആണ്, സെക്കൻഡറി നിങ്ങൾ ആദ്യം പഠിച്ചു നോക്കുക. സെക്കൻഡറി എന്നാണ് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. എന്തൊക്കെ വരും, ആൽഫ ഹെലിക്സ് ആൻഡ് ബീറ്റ പ്ലീറ്റഡ്. ബാക്കിയുള്ളത് വേണമെങ്കിൽ വരാം, വളരെ റെയർ ആണ് ആക്ച്വലി വരാൻ ചാൻസ് കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പോ അടുത്ത് എഴുതി വെക്കുക കേട്ടോ, ടെറിഷറിയുടെ ഡെഫിനിഷൻ എഴുതി വെക്കുക. The tertiary structure of proteins represent overall folding of the tertiary structure of protein represents
overall folding of the protein chain, the tertiary structure of proteins represent overall folding of the polypeptide chain. That is further folding of the polypeptide chain, that is further folding of the secondary structure. That is further folding of the secondary structure. That is further folding of the secondary structure. The next, quaternary structure of protein. Next heading, quaternary structure of protein. Quaternary structure of protein. കോർണറി എന്ന് പറയുമ്പോൾ അവിടെ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കാം. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചർ ഒക്കെ ഉണ്ട്. ആ പിക്ചറിൽ ഇതേ ലാസ്റ്റ് പിക്ചറിൽ നോക്കി അറിയാം യെല്ലോ ആൻഡ് ബ്ലൂ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഓർത്ത് വെക്കാം പിക്ചർ കേട്ടോ. ഈ പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ മീനിങ് എന്താ? ആ ബ്ലൂ എന്ന് പറയുന്ന ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ ആണ്, യെല്ലോ എന്താണ്? അനദർ പോളിപെപ്റ്റൈഡ് ചെയിൻ ആണ്. അങ്ങനെ 2 ഡിഫറെന്റ് ആയിട്ടുള്ള പോളിപെപ്റ്റൈഡ് ജോയിൻ ചെയ്തിട്ട് ഒരു സബ് യൂണിറ്റ് ആവും. സബ് യൂണിറ്റ്, ആ സബ് യൂണിറ്റ് ബേസ് ചെയ്തിട്ട് വരുന്നതാണ് എന്താ? കോർണറി എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പൊ കുറച്ചും കൂടി എന്താവും? കോംപ്ലക്സ് ആവും അല്ലെ? ഓർത്ത് വെക്കാം. ഒന്ന് എഴുതി വെച്ചു. Some of the proteins are composed of 2 or more polypeptide chain. 2 or more polypeptide chain. 2 or more polypeptide chain, referred to as subunit. Referred to as subunit. Subunits. Full stop. The spatial arrangement of these subunits. The spatial arrangement of these subunit. The spatial arrangement of these subunit. The spatial arrangement of these subunit with respect to each other. With respect to each other is known as quaternary structure. The spatial arrangement of these subunit with respect to each other is known as quaternary structure. കേട്ടോ. ഓർത്ത് വെക്കാം. ഇവിടെ അണ്ടർലൈൻ ചെയ്യുന്ന വേർഡ് എന്തായിരുന്നു? 2 or more polypeptide chain. അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഓർത്ത് വെക്കാം കേട്ടോ. 2 or more polypeptide ഇല്ലേ? അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. 2 or more കേട്ടോ. ഓർത്ത് വെക്കാം. പെട്ടെന്ന് ഓർത്ത് വെക്കാം. ദെൻ സബ് യൂണിറ്റ്. അപ്പോ നമ്മൾ ഏതൊക്കെ കഴിഞ്ഞു? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, കോർണറി അല്ലെ? ഓർത്ത് വെക്കാം. ഇനി ലാസ്റ്റ് ടോപ്പിക് ആണ്, പ്രോട്ടീനിലെ ലാസ്റ്റ് ടോപ്പിക്, ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ. Denaturation of proteins. Denaturation of protein. കേട്ടോ. ഡീനേച്ചറേഷൻ എന്തായിരുന്നു? ഡീനേച്ചറേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ആ എക്സാമ്പിൾ ഓർത്തു വെക്കാം. എക്സാമ്പിൾ എന്താ? എഗ് ബോയിൽ ചെയ്താൽ എന്ത് പറ്റും? ബോയിൽഡ് എഗ് ആവും അല്ലെ? ബോയിൽ ചെയ്യാത്ത എഗ്ഗും അത് തമ്മിലുള്ള എന്താ വ്യത്യാസം? ഒന്ന് സോൾഡിഫൈ ചെയ്യും അല്ലെ? കോയാഗുലേഷൻ ഒക്കെ ചെയ്യും. പെട്ടെന്ന് നമുക്ക് കണ്ട ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. രണ്ടാമത്തത്, ബോയിൽഡ് എഗ്ഗിൽ നിന്ന് ബേർഡ് ഉണ്ടാവും. ഈ 2 പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആയി. ഇനി മിൽക്ക് കുറച്ച് സമയം അല്ലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കേർഡായി മാറും. കേർഡിനെ മിൽക്കാക്കാൻ പറ്റുമോ? ഇത്രേ ഉള്ളൂ. ഈ 2 പ്രോസസ്സാണ് ഡീനേച്ചറേഷനിൽ വരുന്ന 2 എക്സാമ്പിൾ. കേർഡിനെ മിൽക്കാക്കാൻ പറ്റും? ഇല്ല. ഓർത്ത് നോക്കാം. അപ്പോ ഈ 2 കാര്യത്തിൽ എന്ത് വരും? അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന്റെ ടെക്സ്റ്റ് ബുക്കിലെ
ഡെഫിനിഷൻ ഇങ്ങനെയാണ്: പ്രോട്ടീൻ സബ്ജക്റ്റഡ് ടു ഫിസിക്കൽ ചേഞ്ച് ലൈക്ക് ടെമ്പറേച്ചർ. അപ്പൊ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എഗ് എടുക്കുക, ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ അതില് ടെമ്പറേച്ചർ ചേഞ്ച് പറയുന്നു അല്ലെ, ബോയിൽ ചെയ്തു. അപ്പൊ എന്ത് പറ്റും? ലോസസ് ഇറ്റ്സ് ബയോളജിക്കൽ ആക്ടിവിറ്റി. ബയോളജിക്കൽ ആക്ടിവിറ്റി എന്ത് ചെയ്യും? പോകും. ബയോളജിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എഗിന്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി എന്താ? അതിൽ നിന്നൊരു അല്ലെ കറക്റ്റ് ടെമ്പറേച്ചർ, ഒപ്റ്റിമം ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രം അതിൽ നിന്ന് എന്താ ഉണ്ടാവുള്ളൂ? ബേർഡ് ഉണ്ടാവുള്ളൂ. അതിന്റെ ഉള്ളിൽ നടക്കുന്ന കെമിക്കൽ ആയിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഒരു ബേർഡ് ഉണ്ടാവുള്ളൂ. അതിന് പകരം ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് കൊയാഗുലേഷൻ വരും. ആ വേർഡിനെ പറയേണ്ടത് അൺകോയിലിംഗ്. രണ്ട് വേർഡാണ് ഓർത്ത് വെക്കേണ്ടത്. ഡിനേച്ചറേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് വേർഡിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. എന്താണ്? പ്രോട്ടീന് എന്ത് വരുന്നുണ്ട്? ബയോളജിക്കൽ ആക്ടിവിറ്റി ലോസ് ആകും. രണ്ടാമത്തത് അൺകോയിലിംഗ്. രണ്ടാമത്തെ പോയിന്റ് എന്താ? അൺകോയിൽ. ഇപ്പൊ പ്രോട്ടീൻ സബ്ജക്റ്റഡ് ടു ചേഞ്ച് ലൈക്ക് ഇതായിരുന്നു അല്ലെ, ഫിസിക്കൽ ചേഞ്ച് ലൈക്ക് ടെമ്പറേച്ചർ, കെമിക്കൽ ചേഞ്ച് ലൈക്ക് pH. അതെന്ത് പറ്റും? അൺകോയിലിംഗ്. ആൻഡ് എന്താണ്? ലോസസ് ഇറ്റ്സ് ബയോളജിക്കൽ ആക്ടിവിറ്റി. ഇതാണ് ഓൾറെഡി ഡീനേച്ചറേഷൻ. ഓർത്തോ എക്സാമ്പിൾസ് രണ്ടെണ്ണം എഴുതി വെക്കാം. ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്കൊന്ന് എഴുതിക്കോ കേട്ടോ. when a protein in its native form comma is subjected to physical change like change in temperature. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എഗ് ബോയിൽ ചെയ്യുന്നൊക്കെ മനസ്സിൽ കാണാൻ പറ്റണം കേട്ടോ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ or chemical change like change in pH. Chemical change like change in pH. അല്ലെ, നിങ്ങളെ മിൽക്കില് അല്ലെ ഓർത്ത് വെക്കുക, കൊണ്ടുവന്ന് കുറച്ച് അല്ലെ നാരങ്ങ ഒഴിച്ചു വെച്ചാൽ എന്ത് പറ്റും? പിരിയും അല്ലെ, ഓർത്ത് വെക്കുക. അതാണ് ചേഞ്ച് വരുന്നത് അല്ലെ. നാരങ്ങ ഒഴിക്കുമ്പോൾ എന്താ? സിട്രിക് ആസിഡ് ആണ് അല്ലെ. അപ്പൊ അസിഡിക് നേച്ചർ ആണ്. പി എച്ച് എന്ത് ചെയ്യും? പി എച്ച് അല്ലെ ഓർത്ത് വെക്കുക, കുറവ് പി എച്ച് ആണ് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോ അതിനെന്ത് പറ്റും അല്ലെ? അതാണ് പറയുന്നത് കെമിക്കൽ ചേഞ്ച് ലൈക്ക് പി എച്ച്, എന്ത് പറ്റും? ദ ഹൈഡ്രജൻ ബോണ്ട് ആർ ഡിസ്റ്റർബ്ഡ്. നോക്കിയേ, ഇത് കണ്ടോ? ഈ ഹൈഡ്രജൻ ബോണ്ട് എന്താവും? ഡിസ്റ്റർബ്ഡ് ആവും. പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ ഹൈഡ്രജൻ ബോണ്ട് പൊട്ടിയാൽ എന്ത് പറ്റും? നേരെ ആവും, സ്ട്രെയിറ്റ് ആവും. കണ്ടോ? ഓർത്ത് നോക്കാം. ഇതിപ്പോ എന്താ? കോയിലായിട്ടല്ലേ ഇരിക്കുന്നത് അല്ലെ? കോയിലല്ലേ? ഓർത്ത് നോക്കാം. അത് പൊട്ടിക്കഴിയുമ്പോൾ എന്ത് പറ്റും? അൺകോയിലിംഗ്. അതാണ് നമ്മൾ ഓർത്ത് നോക്കേണ്ടത് കേട്ടോ. ഹൈഡ്രജൻ ബോണ്ട് ആർ ഡിസ്റ്റർബ്ഡ്. ഫുൾ സ്റ്റോപ്പ്. ഡ്യൂ ടു ദിസ് അൺഫോൾഡ് ബ്രാക്കല അൺഫോൾഡ് അല്ലെങ്കിൽ എന്ത് എഴുതാം? അൺകോയിൽഡ് കേട്ടോ. ഓർത്ത് നോക്കാം. അൺഫോൾഡ് ബ്രാക്കല അൺകോയിൽഡ് ആൻഡ് loses its biological activity. ആ രണ്ട് വേർഡ് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ഓർത്ത് നോക്കി. ഈ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ആ രണ്ട് വേർഡിലേക്ക് നിങ്ങളുടെ മൈൻഡ് വരണം ഫസ്റ്റ് കേട്ടോ. അതാണ് അതിന്റെ കീൻ പോയിന്റ് എന്ന് പറയുന്നത്. അത് വേണം. അൺകോയിൽഡ് കേട്ടോ. ആൻഡ് ലോസസ് ഇറ്റ്സ് ബയോളജിക്കൽ ആക്ടിവിറ്റി. ഫുൾ സ്റ്റോപ്പ്. ദിസ് ഈസ് കോൾഡ് ഡീനേച്ചറേഷൻ. This is called denaturation. Full stop. Example: coagulation of egg white on boiling. Example ആണ് കേട്ടോ. Coagulation of egg white on boiling. Second example: curdling of milk. കേർഡാവാ അല്ലെ. കേർഡ്ലിംഗ് ഓഫ് മിൽക്ക്. ഇത്രയുള്ള ടെക്സ്റ്റ് ബുക്കിലെ വേർഡ്, വേറെ എക്സ്ട്രാ പോയിന്റ് ഒന്നുമില്ല. പക്ഷെ ഇവരുടെ ആദ്യത്തെ ഒരു ചോദ്യമുണ്ട് 14.4 ആൻഡ് 14.5. 14.5 ആണ് ചോദ്യം. വേർ ഡസ് ദ വാട്ടർ പ്രസന്റ് ഇൻ ദ എഗ് ഗോ ആഫ്റ്റർ ബോയിലിംഗ് ദ എഗ്? എന്തായിരിക്കും? നിങ്ങൾ എഗ് ബോയിൽ ചെയ്യില്ലേ? അതിന് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഉണ്ട്. എഗ് ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ അതിലെ വാട്ടർ അവിടെ പോകുന്നു. വേർ ഡസ് ദ വാട്ടർ പ്രസന്റ് ഇൻ ദ എഗ് ഗോ ആഫ്റ്റർ ബോയിലിംഗ് ദ എഗ്? ഞാൻ പറയേ. ഇതിൽ വേറെ സ്റ്റേറ്റ്മെന്റ് ഒന്നും എഴുതിയില്ല.
അതിന്റെ ആൻസർ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് പറയണം. അതാണ് 12th അല്ലെ. 12th ടെക്സ്റ്റ് ബുക്കിൽ ഒരു കണ്ടന്റ് വരും, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ പറയുന്നതാണ്. ആക്ച്വലി എഗ് പൊട്ടിക്കുമ്പോൾ ഒരു വാട്ടർ ബോഡി ഉണ്ടല്ലോ, ആ വാട്ടർ ബോഡി എന്ത് പറ്റുന്നു? നമ്മൾ എഗ് ബോയിൽ ചെയ്യുന്നു, അത് എങ്ങനെയാ? അപ്പൊ ആ വെള്ളം എവിടെ പോയിന്ന്? ആ സോൾട്ടിഫൈ അല്ലോ. അപ്പൊ എന്താ ആ വാട്ടർ? വെള്ളം ഇവാപറേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് ക്ലോസ്ഡ് ആണ്, പോവില്ല വെള്ളം പുറത്തേക്ക്. ഓസ്മോസിസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം അതിന്റെ മെമ്പറൈന്റെ അപ്പുറത്തൊരു കോട്ടിങ്ങൾ ഉണ്ട്, അത് പുറത്തോട്ട് പോവില്ല. ബോണ്ടിങ്ങിന്റെ ഇടയിൽ കയറുമെന്നുള്ളത് ഇപ്പൊ നമുക്കറിയാലോ. ഇപ്പൊ ഷുഗർ ഒക്കെ വെള്ളത്തിലിട്ടാ വാട്ടർ മോളിക്യൂളിന്റെ ഇടയിൽ ഷുഗർ നിൽക്കും, അതുപോലെ വെള്ളം അതിന്റെ ഇടയിൽ ഉണ്ടെന്നാണ് പറയുന്നത്, സോൾട്ടിന്റെ ഇടയിൽ അല്ലെ, അങ്ങനെ പറയുന്നുണ്ട്. ഇതൊന്നുമല്ല ആൻസർ. ഇവിടെ ആ പറഞ്ഞ ആൻസർ, ആ പറഞ്ഞ ഉറക്കനെ പറഞ്ഞു, അത് ആൻസറാ. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് എന്തായിരിക്കും? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും ആ കോയാഗുലേഷന്റെ ഇടയിൽ. ഓർത്ത് വെക്കുക, വെറുതെ എന്ന് വെച്ചാൽ വാട്ടർ മോളിക്യൂൾ കൺവേർട്ട് ചെയ്ത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ആവും. ഈ ഹൈഡ്രജൻ ബോണ്ട് സ്ട്രോങ് ആയ എന്ത് പറ്റും? സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? കൂടും. അപ്പൊ അതിന് ബലമൊക്കെ വരും അല്ലെ. നിങ്ങൾക്കറിയാം എഗ് ബോയിൽ ചെയ്ത അല്ലെ, എഗ് ഒക്കെ അത്യാവശ്യം സ്ട്രോങ് ആണ് ആക്ച്വലി വരുന്ന സമയത്ത്. അപ്പൊ ആ വാട്ടർ മോളിക്യൂള് കൺവേർട്ട് ഫോം ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ആൻഡ് ദെൻ കോയാഗുലേഷൻ ഒക്കെ. അപ്പൊ പ്രോട്ടീന്റെ ഇടയിൽ രണ്ടാൾക്കാരുടെ ആൻസർ നമുക്കൊന്ന് കൊണ്ടുവരാം കേട്ടോ. നിങ്ങൾ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഈ ഇടയിൽ. ഒന്ന് ഇയാൾ പറഞ്ഞേക്കുന്നതാണ് ആക്ച്വലി വരുന്നു, ഒന്ന് എന്താണ് ആക്ച്വലി പ്രോട്ടീൻ മോളിക്യൂൾ കൊയാഗുലേറ്റഡ് ആവും അല്ലെ, കൊയാഗുലേറ്റഡ് ആവും, അൺഫോൾഡ് ചെയ്യും. അതിന്റെ ഇൻ ബിറ്റ്വീൻ ആ മോളിക്യൂളിന്റെ ഉള്ളില് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. വാട്ടർ അവിടെ ഉണ്ട്, അതെന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇറ്റ് ക്യാൻ കൺവേർട്ട് ഇൻ ടു ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. അവിടെ ഓർത്ത് നോക്കാം. അപ്പോൾ വാട്ടർ molecule present in a protein in between these molecule they convert to എന്താണ്? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. കാരണം ഇതിന്റെ ആൻസർ ഇതിന്റെ നേരെ ഇവിടെ ഇല്ല, പക്ഷെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. 14.5 ആണ്. കുഴപ്പമില്ല, ആൻസർ മനസ്സിലായല്ലോ. ഓക്കെ, ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് എൻസൈം. അടുത്ത ഹെഡിങ് എഴുതി വെക്കുക, എൻസൈം. എൻസൈം നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഒരു പാരഗ്രാഫ് മാത്രമേ ഉള്ളൂ, ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് എഴുതാനുള്ളൂ. എൻസൈം എന്താണ്? എൻസൈം ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. ആ പോയിന്റ് ആയിട്ട് തന്നെ 3 പോയിന്റ്സ് എഴുതാനുള്ളൂ നമുക്ക്. ഒന്ന് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ കാറ്റലിസ്റ്റ് എന്താണ്? അതും കൂടി എഴുതി വെക്കേണ്ടി വരും. ഫസ്റ്റ് പോയിന്റ് അത് തന്നെ എഴുതി വെച്ചു കേട്ടോ. ബയോളജിക്കൽ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ വേറൊരു ബയോ കെമിക്കൽ കാറ്റലിസ്റ്റ്, ഇങ്ങനെ 2 വേർഡിലും പറയാം. അപ്പോൾ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. അപ്പോൾ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കാറ്റലിസ്റ്റിന്റെ ഡ്യൂട്ടി എന്താ? സ്പീഡിങ് ഓഫ് റിയാക്ഷൻ. അപ്പൊ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ബയോളജിക്കൽ പ്രോസസ്സ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും കേട്ടോ, ഓർത്ത് നോക്കുക. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഇവിടെ ഉപയോഗിച്ചേക്കുന്ന ഇതിന്റെ എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. എൻസൈമുകളിൽ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾ ASC ചേർത്ത് പറയാം കേട്ടോ. ASC എൻസൈം ചേർത്ത് പറയുമ്പോൾ. അപ്പൊ നേരത്തെ പഠിച്ചില്ലേ മാൾട്ടോസ്, ഓർമ്മയുണ്ടോ? മാൾട്ടോസ് എങ്ങനെയാ ഫോം ചെയ്തേ? കഴിഞ്ഞ ക്ലാസ്സിലുള്ള ചോദിച്ചില്ലല്ലോ. ശരിയാ. ആൽഫ 2 ആൽഫ ഡി ഗ്ലൂക്കോസ് ലിങ്ക് ത്രൂ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ടു ഫോം മാൾട്ടോസ്. ഇങ്ങനെയാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന എൻസൈം അത് വെള്ളത്തിലിടുന്ന സമയത്ത് മാൾട്ടോസ് എടുത്തു, കുറച്ച് വെള്ളത്തിലിട്ടാ ഇയാൾ പറഞ്ഞ പോലെ ഗ്ലൂക്കോസ് കിട്ടും നമുക്ക് അല്ലെ. ആ ഗ്ലൂക്കോസ് കിട്ടണമെങ്കിൽ മാൾട്ടേസ് യൂസ് ചെയ്യണം. എന്ത് ഉപയോഗിക്കണം? മാൾട്ടേസ്. അപ്പൊ ഇയാളുടെ കയ്യിൽ കുറച്ച് പൊട്ടറ്റോ പൗഡർ ഉണ്ട്, അതിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കണമെങ്കിൽ ആരെ ഇടും? ഏത് എൻസൈം ഇടണേ? മാൾട്ടേസ്. അപ്പൊ എന്ത് ചേർത്താൽ മതി? ASC മാൾട്ടേസ്. സൈമേസ് ഓർമ്മയുണ്ടോ? സൈമേസ് എവിടെ ഉപയോഗിക്കണേന്ന്? വൈൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്. അതെങ്ങനെ ഉണ്ടാക്കും? അത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. എങ്ങനെ ഉണ്ടാക്കും? ഫെർമെന്റേഷൻ ചെയ്യും അല്ലെ. എന്തിനെടുത്തിട്ടാണ്? നിങ്ങൾ വീട്ടിലാണ് വൈൻ ഉണ്ടാക്കുന്നതെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത്? എന്താ? ഗ്രേപ്സിൽ എന്തുണ്ട്? ഗ്രേപ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എടുക്കും അല്ലെ. ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ആ ഫ്രൂട്ട്സ് എടുത്തു കഴിയുമ്പോൾ ആ ഫ്രൂട്ട്സിൽ എന്തുണ്ട്? ആരല്ലേ പറ? ഫ്രൂട്ട്സിൽ എന്താ ഉള്ളേ? ഫ്രൂട്ട്സ് ഷുഗർ എന്ന് പറയുമ്പോൾ എന്ത് ഷുഗറാ? കാറ്റഗറൈസേഷൻ ചെയ്യും. സൂക്രോസ് മെയിൻ ആയിട്ട് കേട്ടോ. എന്താ പറയുന്നത്? സൂക്രോസിന്റെ ഫോർമുല എന്താ? C12H22O11 അല്ലെ, ഓർത്തു നോക്കാം. ആ ഷുഗർ വെള്ളത്തിലിടുന്ന സമയത്ത് അതെന്തായി മാറും? എന്തായിരിക്കും? ഇൻവേർട്ട് ആവുന്ന അല്ലെ, ഇൻവെർട്ടേസ്. അവിടെ എന്താ ഉപയോഗിക്കുന്നത്? ഇൻവെർട്ടേസ്. കണ്ടോ, ഓർത്തു നോക്കാം. രണ്ടായിട്ട് ഇൻവേർട്ട് ചെയ്യും. ഏതൊക്കെയാ? ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ആ ഗ്ലൂക്കോസും ഫ്രക്ടോസിനെയും നമുക്ക് വീണ്ടും ആൽക്കഹോൾ ആക്കണം അല്ലെ. അപ്പൊ ഗ്ലൂക്കോസിന്റെ ഫോർമുല എന്താ? C6
H12O6 അല്ലെ, അതിലേക്ക് എന്തിടും? സൈമേസ് ഉണ്ടോ. അപ്പൊ ആ പറയുന്ന AC കണ്ടോ, ആ AC ആണ് എന്ത് വന്നേക്കുന്നത്? എൻസൈം. അപ്പോ എൻസൈമിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാന്ന് പറഞ്ഞേ? മാൾട്ടേസ് അല്ലെ. അങ്ങനെയാണെങ്കിൽ മിൽക്കിനെ മാറ്റുന്ന എൻസൈമിന്റെ പേര് എന്തായിരിക്കും? ലാക്ടേസ്. സൈമേസ്. ഇൻവേർട്ട് ആക്കുന്ന ഷുഗറിന് എന്തായിരിക്കും? ഇൻവെർട്ടേസ്. കണ്ടോ, ഓർത്ത് വെക്കാം അല്ലെ. സുക്രോസിന് എന്തുകൊണ്ടാണ് ഇൻവേർട്ട് ഷുഗർ എന്ന് പറഞ്ഞത്? പ്രതീക് പറഞ്ഞു. ഇൻവേർട്ട് ഷുഗർ എന്ന് പറയാൻ കാരണം എന്തായിരുന്നു? സുക്രോസിന് ലാസ്റ്റ് ക്ലാസ്സിൽ സുക്രോസിന് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ എന്താവും? അത് റെഡ്യൂസിങ് ആണോ നോൺ റെഡ്യൂസിങ് ആ? സുക്രോസിനെ വാട്ടറിൽ ഇടുമ്പോൾ എന്തായി മാറും? ഡെക്സ്ട്രോ ടു ലീവോ. ഡെക്സ്ട്രോ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ആ പോസിറ്റീവ് ആണ്. അതെന്താ സംഭവം? റൊട്ടേറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞ എന്ത് സാധനം? കറക്റ്റ് ആയിട്ട് സംഭവം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതെന്താ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് അവർ പറഞ്ഞു? എന്ത് സംഭവമാണ്? വൺ ഡയറക്ഷൻ അല്ലെ, മോണോ ഡയറക്ഷൻ. യൂണി ഡയറക്ഷൻ ആണ് വരുന്നത്. അതിന് എക്സാമ്പിൾ ലേസർ ലൈറ്റ് അല്ലേ, PPT-യിലൊക്കെ അടിക്കുന്ന ആ ലേസർ ലൈറ്റ് അല്ലെ, ലേസർ ബീം എന്നൊക്കെ പറയുന്ന ആ ലേസർ ലൈറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ടോർച്ച് അടിച്ചാൽ എന്ത് പറ്റും? ടോർച്ച് എന്ത് പറ്റും? അതിന്റെ ഡയറക്ഷൻ എന്ത് പറ്റും അല്ലെ? സ്പ്രെഡ് ആവും അല്ലെ. ദൂരം കൂടുന്നവരും അത് സ്പ്രെഡ് ആവും. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണെങ്കിൽ ഒറ്റ ലൈനിലെ പോവുള്ളൂ, ലേസർ പോലെ അല്ലെ, ഒരേ ലൈനിലാണ് ആക്ച്വലി പോവുക. സ്പ്രെഡ് ആവില്ല. അത് അവിടെ ഓർത്ത് വെക്കാം. ചിലവരിപ്പോ ബീമായിരിക്കും, ബീമാകുമ്പോൾ ഇത്തിരി അങ്ങനെ ആവില്ല. അവിടെ ഓർത്ത് വെക്കാം. അത് ബീമിന്റെ അവിടെ ഒരു ഡിസ്പെഷൻ വെക്കും അവര്, അതുകൊണ്ട് മാത്രമാണ് ഇത്തിരി ലെങ്ത് ആവുന്നത്, അല്ലാതെ പോവില്ല, അത് നേരെ പോവുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന ലൈറ്റ് ഗ്ലൂക്കോസിലൂടെ പാസ് ചെയ്താൽ അത് സ്ലൈറ്റ്ലി റൈറ്റിലേക്ക് ടേൺ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെക്സ്ട്രോ റൊട്ടേറ്ററി. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൂക്കോസിന്റെ അവിടെ എന്താ എഴുതിയ? ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോസ്. ഫ്രക്ടോസിന്റെ അവിടെ എന്താ എഴുതി? എന്താ ആബ്സെന്റ് ആയിരുന്നു? അവിടെ പറ. ഫ്രക്ടോസിന്റെ അവിടെ എന്താ എഴുതിയ? ആൽഫയും എഴുതി ബീറ്റ എഴുതി. ഫ്രക്ടോസിന്റെ അവിടെ ആൽഫ ഡി മൈനസ് ഫ്രക്ടോഫ്യൂറാനസ്. ആ മൈനസ് എന്താണ്? ലീവോ റൊട്ടേറ്ററി. ലീവോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോ ഈ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഫ്രക്ടോസിൽ കൂടി ആണെങ്കിൽ എന്ത് ചെയ്യും? സ്ലൈറ്റ്ലി ലെഫ്റ്റ്. അവിടെ ഓർത്ത് വെക്കാം. അല്ല ഇങ്ങനെ തിരിഞ്ഞ് അങ്ങനെ പോകണമൊന്നുമില്ല, ചെറുതായിട്ടൊരു സ്ലൈറ്റ് ആയിട്ട് ഡിവിയേറ്റ് ചെയ്യും. അവിടെ ഓർത്ത് വെക്കാം. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻവേർട്ട് എന്ന് പറയുമ്പോൾ ആ വേർഡിൽ തന്നെ ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് ആ മൈൻഡിലുണ്ട് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ആ മൈൻഡിലേക്ക് കൊണ്ടുവരാം. എൻസൈം എന്ന് പറയുമ്പോൾ അതാണ് ആക്ച്വലി വരുന്നത്. അപ്പൊ എൻസൈമിന് ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ബയോകെമിക്കൽ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് ആ എൻസൈമിന്റെ ഫംഗ്ഷൻ എന്താന്ന് പറയും അല്ലെ. എന്തായിരിക്കും ഫംഗ്ഷൻ? എന്താ? ബയോളജിക്കൽ ആയിട്ട് വരുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എൻസൈം എന്താണ്? ഇത്രയൊക്കെ കഥ പറഞ്ഞല്ലോ. വീട്ടില് രാവിലെ അല്ലെ ആ എൻസൈം ഒക്കെ കിട്ടിക്കഴിഞ്ഞാലാണ് ചിലവർക്ക് പറ്റുള്ളൂ. പറഞ്ഞോ. രാവിലെ കഴിക്കുന്ന ഫുഡ് എന്താ? ഇഡ്ഡലി. ഇഡ്ഡലി എന്തുണ്ട്? എങ്ങനെ വീട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്? ഈസ്റ്റ് അല്ലെങ്കിൽ വേറെ എന്തിടും? ഇഡ്ഡലിയിൽ ഈസ്റ്റ് അല്ലെങ്കിൽ എന്തിടും? വീട്ടിൽ പോയിട്ട് ചോദിക്കണം കേട്ടോ. എന്താ ഇടുന്നേ? എന്താ ഇടുന്നേ? ഈസ്റ്റ് അല്ലെങ്കിൽ എന്താ ഇടാറ്? ഉഴുന്നിടും. ഉഴുന്നറിയില്ല കേട്ടോ. വീട്ടിൽ പോയിട്ട് ചോദിക്കണോട്ടെ. ഇതൊക്കെ കഴിക്കുന്നതല്ലേ. ഈ ഉഴുന്നില് നാച്ചുറൽ ആയിട്ട് എന്തുണ്ട്? എൻസൈം ഉണ്ട്. ഉഴുന്നില് നാച്ചുറൽ ആയിട്ട് എൻസൈം ഉണ്ട്. വൈനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കാണുന്ന പോലെ ഈസ്റ്റ് ഒക്കെ ഒന്നോട്ട് എല്ലാ വീട്ടിലെ ആൾക്കാർ ചെയ്യുക. കരിപ്പട്ടി ശർക്കര എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അതിൽ കണ്ടമാനം എന്തുണ്ട്? നാച്ചുറൽ എൻസൈം ഉണ്ട്. കള്ള് കണ്ടിട്ടില്ലേ? എന്താണ് എൻസൈം ഒക്കെ ഇട്ടിട്ടുണ്ടോ കള്ളിൽ അവിടെ ചെയ്യുന്നത്? അല്ല, നാച്ചുറൽ ഉണ്ട്. ആ എൻസൈമിനെ കണ്ടെത്താനായിട്ട് ഏറ്റവും വലിയ പ്രൊജക്ട് ഒക്കെ നടന്നതാണ്. അതാണ് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കേര എന്ന് പറയുന്ന പ്രൊജക്ട്. നിങ്ങൾ നെറ്റിൽ അടിച്ചോ, കേര നീര എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് കൊണ്ടുവന്നു. അത് ഏകദേശം സക്സസ് ആണ് ആക്ച്വലി. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ആ ഒരു എൻസൈം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. കാരണം അതിന് ഇക്വലന്റ് ആയിട്ട് നമുക്ക് ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ട്. അത് അതിന്റെ ഉള്ളിൽ ഈ തെങ്ങില്ലേ, തെങ്ങിന്റെ പൂവിന്റെ കൊലയുണ്ടല്ലോ, അത് കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ സ്വീറ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് വരും. ആ സ്വീറ്റ് ആയിട്ടുള്ളത് എന്താണ്? നാച്ചുറൽ ആയിട്ട് അവിടെ വരുന്ന ഒരു സിംബിയോട്ടിക് ആയിട്ടുള്ള എൻസൈം വർക്ക് ചെയ്തിട്ടാണ് ഒരു പെർട്ടിക്കുലർ ടൈം കൊണ്ട് ഇത് കൺവേർട്ട് ആവുന്നത്. അത് നമുക്ക് നാച്ചുറലി അല്ലാതെ എന്താണ് കെമിക്കലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? അതിന് ഈക്വലന്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അല്ലെ. ഓർത്ത് വെക്കാം. അത് പറ്റുന്നില്ല. അപ്പൊ ഓർത്ത് വെക്കാം, അങ്ങനെ വരുന്ന എൻസൈംസ് എല്ലായിടത്തും ഉണ്ട് വരുന്നത്. അപ്പോൾ 3 പോയിന്റ്സ് ഓർത്ത് വെക്കാം. ഇനി എൻസൈമിന് വേറൊരു ഡെഫിനിഷൻ ഉണ്ട്.
നൈട്രോജീനിയസ് ഓർഗാനിക് കോമ്പൗണ്ട് ഒറിജിനേറ്റിംഗ് ഫ്രം പ്ലാന്റ്സ് ഓർ ആനിമൽ അല്ലെ. ഓർത്ത് നോക്കാം, ഞാനത് പറഞ്ഞ അത് ശരിക്കും സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിലീറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ കിടക്കുന്ന വലിയൊരു പോർഷൻ ആണ് എൻസൈം. ഈ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, അത് ഡിലീറ്റഡ് ആയിട്ട്. അത് സാധാരണ ആ ഒരു പോയിന്റ് കൂടി ഞാൻ എഴുതി തരാറുണ്ട്. നല്ലൊരു പോയിന്റ് ആണത്, നൈട്രോജീനിയസ്. കാരണം ഈ എന്താണ് എൻസൈമിൽ ഉള്ളത് എന്ന് പറയുന്നൊരു വലിയൊരു പോയിന്റ് ആണ് ആക്ച്വലി വരുന്നത്. നൈട്രോജീനിയസ് ഓർഗാനിക് കോമ്പൗണ്ട് ഒറിജിനേറ്റിംഗ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽ. നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഉണ്ടോ? ഇത് കഴിഞ്ഞ വർഷം മുതൽ ഡിലീറ്റഡ് ആയി പോയി കണ്ടോ. അല്ലെങ്കിൽ ഇത് നോക്കി, ഇതിന്റെ ആക്ഷൻ നോക്കി കണ്ടോ, എത്ര പേജുകളാണ്, ആക്ഷനൊക്കെ ഉണ്ട് വെച്ചത്. കീലോക്കൊക്കെ കേട്ടിട്ടുണ്ടോ അതിന് മുമ്പ്? കീലോക്ക് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഒരു എൻസൈം ഉപയോഗിച്ച് ഒരു ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ ചെയ്യാൻ പറ്റുള്ളൂ. കീ അല്ലേ? ഇപ്പൊ എന്റെ വീട്ടിലേക്ക് ഉപയോഗിച്ച് എല്ലാ വീട്ടിലും തുറക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ, ഓർത്ത് നോക്കുക. അതുപോലത്തെ ഒരു മെത്തേഡാണ് ഉണ്ടോ എൻസൈം കാറ്റലിസ്റ്റ്. അപ്പോൾ ഇതൊരു 3 പേജുള്ള വലിയ ഡെഫിനിഷൻ ആണ്. ഇത് പറയാൻ കാരണമുണ്ട്, നിങ്ങൾ എഴുതിയേക്കുന്ന ആ ബുക്കുകളിൽ നോക്കിക്കഴിഞ്ഞാൽ റഫർ എന്ന് പറഞ്ഞ് ഈ ചാപ്റ്ററിന്റെ പോയിന്റ് എഴുതി വെച്ചേക്കണേ അവിടെ കേട്ടോ. ഓർത്ത് നോക്കുക, ഇത് ഡിലീറ്റഡ് ആയി പോയി, അതുകൊണ്ട് അതില്ല. അപ്പൊ ഇന്നൊരു പോയിന്റ് കൂടി നമ്മൾ ടീം ഇതിൽ ആദ്യത്തെ വേർഡാണ് കണ്ടോ, എൻസൈം ആർ എ കോംപ്ലക്സ് നൈട്രോജനീസ് ഓർഗാനിക് കോമ്പൗണ്ട് വിച്ച് ഈസ് പ്രൊഡ്യൂസ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽ. അതിൽ നിന്ന് ഒരു ലൈൻ നമ്മൾ ആ ഒരു വേർഡിൽ നിന്ന് എടുക്കും കേട്ടോ. ഓർത്തോ, അങ്ങനെ 3 പോയിന്റ്സ് ആണ് എഴുതുന്നത് കേട്ടോ. ഫസ്റ്റ് എഴുതി വെച്ചു എൻസൈം. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക, എന്തായിരുന്നു കേട്ടോ? ബയോളജിക്കൽ കാറ്റലിസ്റ്റ് കേട്ടോ, ഓർത്ത് നോക്കുക. അല്ലെങ്കിൽ ബയോ കാറ്റലിസ്റ്റ് എന്ന് വിളിക്കാം. ഫസ്റ്റ് പോയിന്റ് ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. അടുത്ത പോയിന്റ് എഴുതി വെക്കുക, ഓൾമോസ്റ്റ് ഓൾ ദ എൻസൈം ആർ. നെക്സ്റ്റ് പോയിന്റ്, ഓൾമോസ്റ്റ് ഓൾ ദ എൻസൈം ആർ ഗ്ലോബുലർ പ്രോട്ടീൻ. ഓൾമോസ്റ്റ് ഓൾ ദ എൻസൈം ആർ ഗ്ലോബുലർ പ്രോട്ടീൻ. Almost all the enzyme are globular protein. Second point, enzymes are second point, third point, sorry, third point, enzymes are very specific for particular reaction. Enzymes are very specific for particular reaction. Particular reaction. Particular reaction. The next, അടുത്ത point, enzymes are a complex nitrogenous organic compound. Enzymes are a complex nitrogenous organic compounds. Enzymes are a complex nitrogenous organic compounds which are produced by living plants and animals. Which are produced by nitrogenous organic compounds which are produced by living plants and animal. Living plants and animal. Living plants and animal. Then example ആണ്. Example, invertase, zymase, 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 maltase, 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 lactase, etc. ചോദിച്ചു. സൈമേസ് എന്ത് കിട്ടും? ഗ്ലൂക്കോസ് ടു ആൽക്കഹോൾ കേട്ടോ. ഓർത്ത് നോക്കാം, ഗ്ലൂക്കോസ് ടു ആൽക്കഹോൾ കേട്ടോ. ഇൻവെർട്ടേസ് എന്താ? ആ വേർഡിൽ തന്നെ ഉണ്ട്. ഇൻവെർട്ട് ഷുഗർ ഏതാ? സൂക്രോസ്. സൂക്രോസിൽ വെള്ളം ആലോചിച്ചാൽ എന്ത് കിട്ടും? ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ഗ്ലൂക്കോസ് എന്തായിരുന്നു? ഡെക്സ്ട്രോ. ഫ്രക്ടോസ് എന്തായിരുന്നു? ലീവോ. അപ്പൊ സൂക്രോസ് എന്തായിരുന്നു? ഡെക്സ്ട്രോ. ഡെക്സ്ട്രോ വെള്ളത്തിലിട്ടാൽ അത്
എന്തായി മാറും? ലീവോ ആയിട്ട് മാറും. അതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ അതായത് കൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത്? ഇൻവെർട്ടേസ്. അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് വെള്ളത്തിലിടുമ്പോൾ കേട്ടോ. ഓർത്ത് നോക്കുക, ഇൻവെർട്ടേസ്. ഓർത്ത് നോക്കുക. നെക്സ്റ്റ് വൈറ്റമിൻസ് കേട്ടോ. അടുത്ത ഹെഡിങ് ആണ് വൈറ്റമിൻസ്. അല്ലെ, വൈറ്റമിൻസിന്റെ ടോട്ടൽ കണ്ടന്റുകൾ നമുക്കൊന്ന് ഓർഡറിൽ നോക്കാം. എന്താണ് വൈറ്റമിൻസ്? എല്ലാ ദിവസവും രാവിലെ മുതൽ വൈറ്റമിൻ ഗുളിക കഴിച്ചാൽ നമുക്ക് പോരെ അല്ലെ? വൈറ്റമിൻസ് നാച്ചുറൽ ആയിട്ട് കിട്ടുന്നതിന് പകരം ഗുളിക എല്ലാ ദിവസവും രാവിലെ കഴിച്ചാൽ നല്ലതാണോ ചീത്തയാണോ? ആ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. വൈ എന്തായിരുന്നു വൈറ്റമിൻസിൽ പറയുന്നത്? വൈറ്റമിൻ പറയുന്ന ഒരു വേർഡ് ഉണ്ട്. ആ വേർഡ് എന്താണ്? ആക്ച്വലി ഏറ്റവും സ്മോൾ എമൗണ്ട് ആണ് ആക്ച്വലി വരുന്നത്. ദെൻ അത് എന്താണ്? ഒപ്റ്റിമം ഗ്രോത്ത് ആണ്. ആ സ്മോൾ എമൗണ്ട് കിട്ടിയില്ലെങ്കിൽ ആ ഗ്രോത്ത് എന്ത് ചെയ്യില്ല, വരില്ല. അത് ലാർജ് ആയി കഴിഞ്ഞാൽ എന്ത് വരും? ബോഡിക്ക് ഹാംഫുൾ ആവണം കേട്ടോ. ഓർത്ത് നോക്കുക, ബോഡിക്ക് ഹാംഫുൾ ആണ്. അതുകൊണ്ട് വൈറ്റമിൻസ് റെഗുലർ ഡയറ്റിൽ വേണം. പക്ഷേ അതെന്താണ്? വെരി വെരി സ്മോൾ എമൗണ്ട്. ഓർത്ത് നോക്കാം. പിന്നെ ഇൻടേക്ക് നമ്മൾ വൈറ്റമിൻസ് എപ്പോഴാണ് തരാം? ഒരു പനി അല്ലെ അതുപോലെ ഡിസീസസ് വരുമ്പോൾ നമ്മുടെ ബോഡി ടോട്ടലി വീക്ക് ആവുന്ന സമയത്ത് അവർ കുറെ മെഡിസിൻസിന്റെ ഒപ്പം എന്താണ് വൈറ്റമിൻസ് തരും. അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ പല ആന്റിബയോട്ടിക്സും തരുമ്പോൾ ഇന്റേണലി ബയോളജിക്കൽ മെക്കാനിസത്തിൽ കുറെ എന്താണ് ആക്ച്വലി എക്സസ് ആയിട്ടുള്ള വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ വരും. ആ ടൈമിലാണ് ഇൻടേക്ക് നോർമലി, അല്ലെങ്കിൽ റെഗുലർ ഫുഡിൽ നിന്ന് തന്നെയാണ് നല്ലത് കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പൊ അത് ആദ്യം ഓർത്ത് വെക്കാം. അപ്പൊ എന്താണ് ആക്ച്വലി ആ വേർഡിൽ ഉപയോഗിക്കുന്നതാണ് ഒപ്റ്റിമം ഗ്രോത്ത് കേട്ടോ. എന്താണ്? ഒപ്റ്റിമം ഗ്രോത്ത്. ആ ഒപ്റ്റിമം ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് നെസസറി വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന ഒരു ഏരിയ വരുന്നത്. ഇനി വൈറ്റമിൻസ് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്തൊക്കെയായിരിക്കും? ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആൻഡ് വാട്ടർ സോലുബിൾ വൈറ്റമിൻ. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ എക്സാമ്പിൾ എന്തായിരുന്നു? ADEK. എന്തായിരുന്നു? ADEK. പണ്ട് മറ്റേ ജയലളിതയുടെ പാർട്ടിയുടെ പേരെന്തായിരുന്നു നിങ്ങൾക്ക് അറിയോ? AD അല്ലെ, അണ്ണ ADMK എന്ന് പറയാം കേട്ടോ. ഓർത്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ വേർഡൊക്കെ വെച്ച് ഓർത്ത് വെച്ചേക്കണം. ADEK ഓർത്ത് നോക്കുക. ദെൻ വാട്ടർ സോലുബിൾ വൈറ്റമിൻ എന്തായിരുന്നു? വൈറ്റമിൻ സി മെയിൻ ആയിട്ട് വരുന്നത്. വൈറ്റമിൻ സി. എന്താണ് വൈറ്റമിൻ? ഫാറ്റ് സോലുബിൾ വൈറ്റമിനും വാട്ടർ സോലുബിൾ വൈറ്റമിനും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓർത്ത് നോക്കാം, വൈറ്റമിൻ സി റെഗുലർ ഡയറ്റിൽ വേണം. ഇപ്പൊ നേരത്തെ പറയുന്നതിൽ ഓരോ ഓപ്പോസിറ്റ് ആണ്. വൈറ്റമിൻ സി എന്ത് വേണം? റെഗുലർ ഡയറ്റിൽ വേണം. എന്തുകൊണ്ട്? അത് യൂറിനേറ്റ് ചെയ്ത് പോകും. ബോഡിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല. ഫാറ്റ് സോലുബിൾ ആണ് എങ്കിൽ അതെന്ത് പറ്റും? ബോഡിയിൽ ഫാറ്റിൽ സോലുബിൾ ആയിട്ട് നിൽക്കും അത്യാവശ്യം ടൈമില്. അപ്പോൾ വൈറ്റമിൻ സി റെഗുലർ ഡയറ്റിൽ വന്നില്ലെങ്കിൽ അത് എന്ത് പറ്റും? ആ ഒരു നെസസറി ഫംഗ്ഷന് വരില്ല. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി എന്താണ്? സ്കർവി. വൈറ്റമിൻ ഡി റിക്കറ്റ്സ് കേട്ടോ. ഓർത്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് നോക്കാം. വൈറ്റമിൻ കെ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻ ആണ്. എന്തായിരുന്നു വൈറ്റമിൻ കെ? പറഞ്ഞു, ശരിയാ, ബ്ലഡ് ക്ലോട്ടിംഗ് കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ഫസ്റ്റ് വൈറ്റമിൻ എടുക്കാം. വൈറ്റമിൻ എ, സിറോഫ്താൽമിയ ഓർ നൈറ്റ് ബ്ലൈൻഡ്നസ്. വന്ന എന്ത് പറ്റും? വിഷൻ പോവും. എന്ത് വിഷൻ പോവും? അല്ല, കണ്ണിലെ ഏത് സെല്ല് പോവും? ശരി, ആരോ പറഞ്ഞു? റോഡ് അല്ലെ. 2 സെൽസ് ഉണ്ട് കണ്ണില്. ഏതൊക്കെയാ? റോഡ് സെൽസും കോൺ സെൽസും അല്ലെ. ഓർത്ത് നോക്കാം. റോഡ് സെൽസ് നമുക്ക് ഓൾറെഡി വരുന്ന എന്താണ്? ഡിം ലൈറ്റില് വരുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പൊ അത് കുറയും. അങ്ങനെ നൈറ്റ് ബ്ലൈൻഡ്നസ് ഓർ സിറോഫ്താൽമിയ വന്നു കഴിഞ്ഞാൽ ചെറിയ വെട്ടത്തില് കാണാനായിട്ട് പറ്റില്ല. ഓർത്ത് വെക്കാം കേട്ടോ. ഓർത്ത് വെക്കാം. സിറോഫ്താൽമിയ വന്നു കഴിഞ്ഞാൽ ചെറിയ വെട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കാം. അതാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിള് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമ്മൾ ആ ടേബിൾ പഠിക്കാനേ റെഫർ ചെയ്ത് വെക്കുള്ളൂ. പക്ഷെ ആ ടേബിളിൽ നിന്ന് 4 എണ്ണമെങ്കിലും എടുത്തു. ഒന്ന് വൈറ്റമിൻ എ, പിന്നെ വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി വന്ന സ്കർവി അല്ലെ, ബ്ലീഡിംഗ് ഗം എന്നൊക്കെ പറയുന്നതാണ്. പണ്ട് നിങ്ങൾ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ക്യാൻസറിനേക്കാളും വലിയൊരു ഡിസീസസ് ആയിട്ട് പ്രൊജക്ട് ചെയ്തു വരുന്നതാണ് വൈറ്റമിൻ സ്കർവി. എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ അതിന്റെ ഡെത്ത് ഭയങ്കര ഇതാണ്. നോക്കിക്കഴിഞ്ഞാൽ പേടിച്ചു പോകും. ഇവിടെ നിന്ന് ബ്ലഡ് ഇങ്ങനെ കണ്ടിന്യൂസ് വന്നിട്ട് മരിക്കുക. മെഡിസിൻ ഇല്ല. എന്ത് പറ്റും? ഉണ്ടാവും. എവിടെയുള്ള ആൾക്കാർക്കായിരിക്കും വരിക? സി ഏരിയ അല്ലെ. ഓർത്ത് നോക്കാം. ഐലൻഡ്സിനാണ് കൂടുതൽ. ഐലൻഡ്സിൽ എന്ത് ഫ്രൂട്ട്സ് ഉണ്ടാവില്ല? ചെറിയ ഐലൻഡ്സ്. സിട്രസ് ഫ്രൂട്ട്സ് ഉണ്ടാവില്ല. സിട്രസ് ഫ്രൂട്ട് ജനറലി എവിടെയാണ് ആക്ച്വലി കൂടുതൽ അല്ലെ? നമുക്ക് അറിയാം. അപ്പോൾ ആപ്പിള്, ഓറഞ്ച് ഒക്കെ കിട്ടുന്നത് അല്ലെ, ഇല്ല, ആ റീജിയനിലാണ് വരിക. ഓർത്ത് നോക്കാം. ഇനി ആ റീജിയനിലുള്ള ആൾക്കാർക്ക് വരുന്ന വേറൊരു ഡിസീസസ് എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ ഇങ്ങനെ ജിയോഗ്രഫിക്കൽ പറയണ സമയത്ത് ഇപ്പൊ ആ ഒരു റീജിയൻ ആണ് ഭയങ്കര. ഇപ്പൊ നേപ്പാൾ എടുക്കാം. നേപ്പാളിലുള്ള ഒരാളാണ്
ഓർത്ത് നോക്കുക. പണ്ട് കാലമാണ്, ഇപ്പോഴത്തെ അല്ല. അപ്പൊ ഇവിടുത്തെ ഫുഡ് അങ്ങോട്ട് കിട്ടില്ല എങ്കിൽ എന്ത് ഡിസീസ് വരും? ക്രിക്കറ്റ്സ് വെയിൽ കൊള്ളുന്ന അതായിട്ട് അല്ലേ, തണുപ്പ് ഇതായിട്ടാണ്. വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അത് കിട്ടും. ഏറ്റവും കൂടുതൽ ഗോയിറ്റർ വരും, അയഡിൻ കിട്ടത്തില്ല. അയഡിൻ എവിടെയുള്ളേ? അല്ലേ, നമ്മൾ ഓർത്ത് നോക്കുക. സീവുഡ്. നമ്മൾ അയഡിൻ സോൾട്ട് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ നോർമലി അയഡൈസ് സോൾട്ട് നമ്മൾ കഴിച്ചില്ലെങ്കിൽ എന്ത് വരും? നമുക്ക് ഇവിടുന്ന് കിട്ടും. നമ്മൾ കഴിക്കുന്ന എല്ലാ ഫിഷും മിക്ക ഈ സീ ഫുഡില്ലേ, സീ ഫുഡുകളിലൊക്കെ എന്തുണ്ടാവും? അയഡിൻ ഉണ്ടാവും കേട്ടോ, ഓർത്ത് നോക്കുക. ഇനി കുറച്ച് വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ ഏതാ ഉണ്ടാവില്ല, നോർമലി കുറവായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഈ സീ സോൾട്ട് എടുത്തിട്ട് ചെയ്യുന്നത്. റോക്ക് സോൾട്ട് നല്ലതെന്ന് പറയുമ്പോൾ അതിൽ എല്ലാ കുറേ മിനറലും ഉണ്ടാവും, പക്ഷെ അയഡിന്റെ എമൗണ്ട് കുറവാണ് ചാൻസ്. അയഡിന്റെ മെയിൻ സോഴ്സ് എവിടെ തന്നെയാണ്? സീ ആണ്. അപ്പൊ സീ ഫുഡ്സുകളിൽ അത് വരും കേട്ടോ, ഓർത്ത് നോക്കാം. ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വൈറ്റമിൻസ് നമുക്കൊന്ന് എഴുതി പോകാം കേട്ടോ, ഓർത്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് അതിന്റെ ഡെഫിനിഷൻ എഴുതണം കേട്ടോ, പിന്നെ 2 പോയിന്റ്സ് അതുമായിട്ട് റിലേറ്റ് ചെയ്യണം, ക്ലാസിഫിക്കേഷൻ എഴുതാം. ഫസ്റ്റ് പോയിന്റ് അതിന്റെ ഡെഫിനിഷൻ ആണ് കേട്ടോ, ഒന്ന് എഴുതി വെച്ചോ. ഓർഗാനിക് കോമ്പൗണ്ട്, ഫസ്റ്റ് പോയിന്റ് കേട്ടോ, ഓർഗാനിക് കോമ്പൗണ്ട്സ് record in the diet, organic compound record in the diet in small amount, to perform specific biological function. For normal maintenance of optimum growth. Optimum growth and health of the organism. കേട്ടോ, ആ ലൈനിൽ ഏറ്റവും ലാസ്റ്റ് പറയുന്നുണ്ട്, വൈറ്റമിൻ പിൽസ് ഷുഡ് നോട്ട് ബി ടേക്കൺ വിതൗട്ട് ദ അഡ്വൈസ് ഓഫ് ഡോക്ടർ കേട്ടോ, ഓർത്ത് വെക്കാം. കാരണം എന്താ, എക്സസ് വന്നാൽ അത് ഹാംഫുൾ തന്നെയാണ് കേട്ടോ, ഒന്ന് ഓർത്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് അടുത്ത സെക്കൻഡ് പോയിന്റ് ഒന്ന് എഴുതി വെക്കുക. The vitamin was coined from the word vital plus amine. കേട്ടോ, ആ വേർഡ് ഒറിജിനേറ്റ് ചെയ്തേക്കുന്നതാണ്. വൈറ്റൽ പ്ലസ് അമീൻ. വൈറ്റമിൻ എങ്ങനെ ഉണ്ടായോ എന്നുള്ള വേർഡ് കേട്ടോ, വൈറ്റൽ പ്ലസ് അമീൻ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് വൈറ്റമിൻ. ക്ലാസിഫിക്കേഷൻ ഓഫ് വൈറ്റമിൻസ് ഏതൊക്കെയായിരിക്കും? അല്ല, ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്താ? ഫാറ്റ് സോലുബിൾ ആൻഡ് വാട്ടർ സോലുബിൾ. ഫസ്റ്റ് ഹെഡിങ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ. അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, വൈറ്റമിൻ വിച്ച് ആർ സോലുബിൾ ഇൻ ഫാറ്റ്. വൈറ്റമിൻസ് വിച്ച് ആർ സോലുബിൾ ഇൻ ഫാറ്റ് ആൻഡ് ഓയിൽ. Vitamins which are soluble in fat and oil but insoluble in water. Example ഏതൊക്കെയായിരിക്കും? വൈറ്റമിൻ എ, ഡി, ഇ ആൻഡ് കെ കേട്ടോ. വൈറ്റമിൻ എ, ഡി, ഇ, കെ. വൈറ്റമിൻ എ, ടി, ഇ, കെ കേട്ടോ, ഓർത്ത് വെക്കാം. നെക്സ്റ്റ് വാട്ടർ സോലുബിൾ വൈറ്റമിൻ.
ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. ബി ഗ്രൂപ്പ് വൈറ്റമിൻ കേട്ടോ, വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലേ, ഓർത്ത് വെക്കാം. എന്ന് പറയുമ്പോൾ ഏതൊക്കെ ആയിരിക്കും? B1, B2, B3 അങ്ങനെ അല്ലേ, ഓർത്ത് വെക്കാം. അതിൽ ബി ഗ്രൂപ്പ് വൈറ്റമിൻ ആൻഡ് വൈറ്റമിൻ സി, ബി ഗ്രൂപ്പ് വൈറ്റമിൻ ആൻഡ് വൈറ്റമിൻ സി ആർ soluble in water, full stop. ഫസ്റ്റ് പോയിന്റ് അതാണ്. സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കാം. അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. വൈറ്റമിൻ വാട്ടർ സോലുബിൾ വൈറ്റമിൻ ഇമ്പോർട്ടൻസ് പോയിന്റ് ആണ് അടുത്ത് എഴുതുന്നത്. വാട്ടർ സോലുബിൾ വൈറ്റമിൻ മസ്റ്റ് ബി സപ്ലൈഡ്, വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് must be supplied, water soluble vitamins must be supplied regularly in diet, water soluble vitamins must be supplied regularly in the diet, because they are excreted in urine, supplied regularly in diet because they are excreted in urine and cannot be stored in our body, അവിടെ ബ്രാക്കറ്റിൽ എഴുതി വെക്കുക എക്സെപ്റ്റ് വൈറ്റമിൻ B12. വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറയും അല്ലെ, B1, B2, B6, B12 എന്ന് പറയുന്ന ബി കോംപ്ലക്സ് ആയിട്ട് വരുന്ന കാറ്റഗറിയിൽ B12 ആണ് കേട്ടോ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. B12 ബ്രാക്കറ്റിൽ എഴുതി വെക്കുക എക്സെപ്റ്റ് വൈറ്റമിൻ B12 കേട്ടോ. പണ്ട് പനിയൊക്കെ വരുന്ന സമയത്ത് ഒരു മഞ്ഞ കളറിലൊരു ചെറിയൊരു ഇത് ചെയ്യും. ആ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ യൂറിനൊക്കെ കണ്ടാൽ പേടിച്ചു. കാരണം മഞ്ഞ കളറിലൊക്കെ ഭയങ്കര ഭീകരനായിട്ടൊരു ചെറിയൊരു ടാബ്ലറ്റ് ആണ് വരുന്നത്. നമ്മുടെ ഈ വായയിലൊക്കെ വരുന്ന എപ്പിത്തീലിയൽ ടിഷ്യൂന്റെ സ്ക്രാച്ച് വരുന്ന സമയത്തൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. ഇപ്പോൾ ബി കോംപ്ലക്സ് ഒക്കെ കഴിക്കുമ്പോൾ ഉള്ള ഒരു ഇത് വരുന്ന ഇത് ഓർത്ത് വെക്കാനാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഡെഫിഷ്യൻസി ഡിസീസസ് എഴുതി വെക്കാം. നമ്മൾ പറഞ്ഞു ആ 4 എഴുതി വെക്കുന്നത്. ടേബിൾ 3 കേട്ടോ, ടേബിൾ 14 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഇതായിട്ട് വരും 9 അല്ല 10.3 കേട്ടോ, ചാപ്റ്റർ 10.3. ഇത് പഴയ ബുക്ക് അതുകൊണ്ട് ചാപ്റ്റർ 10.3 ടേബിൾ കേട്ടോ, ഓർത്ത് വെക്കാം. ആ ടേബിൾ മുഴുവൻ പഠിക്കണം. ചാപ്റ്റർ 10.3 ടേബിൾ കേട്ടോ. പക്ഷെ അതിൽ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ വന്ന ആ ഡെഫിഷ്യൻസി ആയിട്ടുള്ളത് മാത്രം എഴുതാം കേട്ടോ, ഓർത്ത് വെക്കാം. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഹൈഫൺ, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഹൈഫൺ എന്തായിരിക്കും? അത് തന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ്. സോഴ്സും പഠിക്കണം, ആ ടേബിൾ ഫുൾ പഠിക്കണം കേട്ടോ, ഓർത്ത് വെക്കാം. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി നൈറ്റ് ബ്ലൈൻഡ്നെസ്. സോഴ്സ് എന്തായിരിക്കും? എഴുതണ്ട സോഴ്സ്, ആ ടേബിളിൽ നിന്ന് പഠിക്കണം. എന്തായിരിക്കും? ക്യാരറ്റ് അല്ലേ, ഓർത്ത് വെക്കാം. ഓർത്ത് വെക്കാം. മിൽക്ക് ഓർത്ത് വെക്കാം. അപ്പോൾ ആ മിൽക്ക്, ക്യാരറ്റ്, ഫിഷ് ലിവർ ഓയിൽ അല്ലേ, ഓർത്ത് വെക്കാം. അടുത്തത് വൈറ്റമിൻ സി ഹൈഫൺ സ്കർവി, വൈറ്റമിൻ സി ഹൈഫൺ സ്കർവി ബ്ലീഡിംഗ് ഗം കേട്ടോ, ഓർത്ത് വെക്കാം. വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഡി ഹൈഫൺ റിക്കറ്റ്സ്, വൈറ്റമിൻ ഡി ഹൈഫൺ ഡെഫിഷ്യൻസി ആണ് കേട്ടോ, റിക്കറ്റ്സ്. റിക്കറ്റ്സ് എന്താണ്? അല്ലെ ബോൺസ് സോഫ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഒടിഞ്ഞൊക്കെ പോകും അല്ലെ, ഓർത്ത് വെക്കാം. അപ്പോൾ വൈറ്റമിൻ ഡി റിക്കറ്റ്സ്. അപ്പൊ എന്ത് ചെയ്യാറുണ്ട്? ഇത്തിരി പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ഇങ്ങനത്തെ ടാബ്ലറ്റാ പറയാറ്. വൈറ്റമിൻ ഡിയും വേറൊരു സാധനം കൂടി വെക്കും, കാൽസ്യം. കാൽസ്യം വൈറ്റമിൻ ഡിയും കൂടി ചേർത്തിട്ടാണ് ഇപ്പൊ പുതിയ വരുന്നത് അല്ലെ. പ്രഗ്നൻസി ടൈമിലും അതുപോലെ പ്രായമായി കഴിയുമ്പോഴും എല്ലാ ആൾക്കാർക്കും എന്ത് കഴിക്കണം? കാൽസ്യം. അത് സ്ഥിരമല്ല, ഇടക്കൊക്കെ ഒരു മാസമൊക്കെ ആണെങ്കിൽ കേട്ടോ, ഡോക്ടേഴ്സിന്റെ അടുത്തും ഫിസിഷ്യന്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ അവര് പറയും, ഇതൊക്കെയാണല്ലേ കാലുവേദനയൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വൈറ്റമിൻ ഡിയും എന്നും കൂടി ചേർത്ത് വരും, കാൽസ്യവും കൂടി ചേർത്ത് വെക്കും കേട്ടോ, ഓർത്ത് വെക്കാം. എന്തുകൊണ്ടാ അല്ലെ? ഇതുപോലെ റിക്കറ്റ്സ് വരാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ, ഓർത്ത് വെക്കാം. റിക്കറ്റ്സ്. വൈറ്റമിൻ കെ ഹൈഫൺ എന്തായിരിക്കും കേട്ടോ? വൈറ്റമിൻ കെ വരുന്നത് ഇൻക്രീസ്ഡ് ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം, ഇൻക്രീസ്ഡ് ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം, ഇൻക്രീസ്ഡ് ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം. വൈറ്റമിൻ ഇ വരുന്നത് ഇൻക്രീസ് ഫ്രിജിലിറ്റി ഓഫ് RBC ആൻഡ് മസ്കുലർ വീക്ക്നെസ്, ഓർത്ത് വെക്കാം.
ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓർത്ത് നോക്കുക. വെജിറ്റബിൾ ഓയിലൊക്കെയാണ് ആക്ച്വലി പറയുന്നത്, ഓർത്ത് നോക്കുക. അപ്പോൾ ഇന്ന് ഇത്രയും വരെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഒരു ചെറിയൊരു ടോപ്പിക് ഉള്ളൂ, ന്യൂക്ലിക് ആസിഡ്, DNA ആൻഡ് RNA. അപ്പോൾ ഇൻക്രീസ് ഫ്രജിലിറ്റി ഓഫ് RBCs ആൻഡ് മസ്കുലർ വീക്ക്നെസ്. വൈറ്റമിൻ ഇ വരുന്നത്. അപ്പോ ആ ടേബിളിലെല്ലാം പഠിക്കുന്നതാണ് കേട്ടോ. നമ്മൾ ആ 4 എടുത്തെഴുതിയത് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിലെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് അത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നിർത്തിയത്. ഇനി നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം ഇവിടെയും വരെ കേട്ടോ, ഓർത്ത് നോക്കാം. ടോട്ടൽ ബയോമോളിക്യൂൾ എത്ര മോളിക്യൂൾസ് ഉണ്ട് ഒന്ന് പറഞ്ഞേ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, എൻസൈം, വൈറ്റമിൻ, ന്യൂക്ലിക് ആസിഡ്സ് അല്ലെ, ഓർത്ത് നോക്കുക. ന്യൂക്ലിക് ആസിഡിൽ ഏതൊക്കെയുണ്ട്? DNA ആൻഡ് RNA അല്ലെ, ഓർത്ത് നോക്കുക. അതിന്റെ സ്റ്റാൻഡ്, അങ്ങനെ സ്ട്രക്ചർ, പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ലെ RNA കുറച്ച് ഇതുള്ളൂ, മെസ്സഞ്ചർ RNA അല്ലെ, tRNA ലാസ്റ്റ് ടോപ്പിക് കുറച്ചുള്ളൂ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഏകദേശം ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻ മുഴുവൻ നമുക്ക് ആൻസർ ചെയ്ത് പറയിപ്പിക്കും കേട്ടോ, ഓർത്ത് നോക്കുക. അതുകൊണ്ട് പഠിച്ചിട്ട് തന്നെ ഒന്ന്. ഇന്ന് ഈ 4 വരെ നമുക്കൊന്ന് ഓടിച്ചു കൊണ്ടുവരാം, ഓർത്ത് നോക്കാം. കാർബോഹൈഡ്രേറ്റ് 3 ഉണ്ട്. ഏതൊക്കെയായിരുന്നു കാർബോഹൈഡ്രേറ്റ്? ഡെഫിനിഷൻ എന്തായിരുന്നു കാർബോഹൈഡ്രേറ്റിന്റെ? പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ്. ഓർത്ത് നോക്കുക. 3 ടൈപ്പ് ആണ് കാർബോഹൈഡ്രേറ്റ്. ഏതൊക്കെയായിരുന്നു? മോണോസാക്രൈഡ്, ഒലിഗോസാക്രൈഡ്, പോളിസാക്രൈഡ്. ഇനി ഞാൻ അന്ന് പറഞ്ഞു ഈ ചാപ്റ്ററിൽ കാർബോഹൈഡ്രേറ്റ് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ് എന്ന് പറഞ്ഞേ? എക്സാമ്പിൾ. ഈ മോണോസാക്രൈഡിന്റെ എത്ര എക്സാമ്പിൾ? 2 എക്സാമ്പിൾ വെച്ച് പഠിച്ചാൽ മതി. എന്തായിരുന്നു? ഗ്ലൂക്കോസും ഫ്രക്ടോസും. അടുത്ത എന്തായിരുന്നു? ഡൈസാക്രൈഡ്. ഒലിഗോസാക്രൈഡിന്റെ അണ്ടറില് ഡൈസാക്രൈഡ്. ഒലിഗോസാക്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? 2 to 10 മോണോസാക്രൈഡ്. അതിൽ ഡൈ എന്ന് പറയുമ്പോൾ 2 എണ്ണം വരുന്നതാണ്. അതിൽ 3 എക്സാമ്പിൾസ് പഠിക്കണം. സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. അപ്പൊ ടോട്ടൽ ഇപ്പൊ എത്രയായി? 5 ആയി. 5 ഓർത്ത് വെക്കാം. ഇനി പോളിസാക്രൈഡിൽ 3 എക്സാമ്പിൾസ്: സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. ഇപ്പൊ പറഞ്ഞ 8 ഹെഡിങ് ആണ് ആ ചാപ്റ്ററിൽ ആ കാർബോഹൈഡ്രേറ്റിൽ. ഇനി അടുത്ത ഹെഡിങ് എന്തായിരിക്കും? ഗ്ലൂക്കോസ് ആണ് അല്ലെ. ഗ്ലൂക്കോസിന്റെ നമ്മൾ ഓപ്പൺ സ്ട്രക്ചർ ഒക്കെ പഠിച്ചു. അത് കഴിഞ്ഞാൽ അതിന്റെ ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HI എന്തായിരുന്നു? ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HI, N-ഹെക്സെയിൻ. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ബ്രോമിൻ വാട്ടർ, ഗ്ലൂക്കോണിക് ആസിഡ്. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HNO3, സക്കാറിക് ആസിഡ് അല്ലെ, ഓർത്ത് നോക്കുക. എവിടെ എന്താ വ്യത്യാസം വരും? മുകളിലും COH, താഴെയും COH. അത് കഴിഞ്ഞ് ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് NH2OH എന്ത് കിട്ടും? ഓക്സിൻ. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HCN, സൈനോഹൈഡ്രിൻ അല്ലെ, ഓർത്ത് നോക്കാം. ഓർത്ത് നോക്കുമ്പോൾ എനിക്ക് അറിയാം കേട്ടോ എവിടെയാണ് പഠിച്ചേക്കണേ. ഒന്ന് റീക്യാപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ സ്ട്രക്ചർ പഠിപ്പിച്ചു. എന്തൊക്കെയായിരുന്നു? ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോസ് ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോ പൈറാനോസ്. അത് കഴിഞ്ഞ് ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ എന്തൊക്കെയായിരുന്നു? ആൽഫ ഡി എന്തായിരുന്നു? മൈനസ് ഫ്രക്ടോ ഫ്യൂറാനോസ്. FF ഉണ്ട്, ഫ്രക്ടോ ഫ്യൂറാനോസ്. അത് ഓർത്ത് നോക്കുക. അതിന്റെയും ബീറ്റ ഡി. ഇത് കഴിഞ്ഞ അടുത്ത ഹെഡിങ് എന്തായിരുന്നു? സൂക്രോസ്. സൂക്രോസിൽ എന്തായിരുന്നു? ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ് ലിങ്ക് ത്രൂ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. പിന്നെ അതിന്റെ പോയിന്റ് അല്ലെ, അങ്ങനെ C1 ആൻഡ് C2. ബാക്കിയുള്ള എല്ലാത്തിനും C1 ആൻഡ് C4. അങ്ങനെ ആ കാർബോഹൈഡ്രേറ്റ് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞ് പ്രോട്ടീനിലെ ഫസ്റ്റ് ഹെഡിങ് എന്തായിരുന്നു? അമിനോ ആസിഡ് അല്ലെ. പ്രോട്ടീൻ എന്ത് അമിനോ ആസിഡ് വെച്ച് ഉണ്ടാക്കിയേക്കണേ? ആൽഫ അമിനോ ആസിഡ്. അമിനോ ആസിഡിൽ 2 ടൈപ്പ്. എന്തൊക്കെയായിരുന്നു? എസെൻഷ്യൽ അമിനോ ആസിഡ് ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു? അസിഡിക്, ബേസിക്, ന്യൂട്രൽ അല്ലെ. അമിനോ ആസിഡ്സ് വരുന്ന സമയത്ത് 3 കാറ്റഗറി. അത് കഴിഞ്ഞാൽ സ്വിറ്റർ അയോൺ കേട്ടോ, ഓർത്ത് വെക്കാം. സ്വിറ്റർ അയോൺ, ഡൈപോളർ അയോൺ എന്നൊക്കെ പറഞ്ഞ ഹെഡിങ് അല്ലെ, ഓർത്ത് വെക്കാം. എന്തായിരുന്നു അതിന്റെ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? സ്വിറ്റർ അയോൺ ഹെഡിങ് എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു ആ ഹെഡിങ് എഴുതുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ടാണ്. ആംഫോട്ടറിക് കേട്ടോ, അടുത്ത ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ ചോദിക്കുമ്പോൾ അത് കിട്ടണം. ആംഫോട്ടറിക് നേച്ചർ ഓഫ് എന്തായിരുന്നു? പ്രോട്ടീൻ എക്സ്പ്ലെയിൻ, അല്ലെങ്കിൽ അമിനോ ആസിഡ് എക്സ്പ്ലെയിൻ. അങ്ങനെ ചോദിച്ചാൽ ഇത് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് തുടങ്ങി. ഇന്നത്തെ ക്ലാസ് എന്തായിരുന്നു തുടങ്ങിയത്? സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ഏതായിരുന്നു സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനില് ഫസ്റ്റ്? ഇന്നത്തെ ക്ലാസ് ഇവിടെ നിന്നോട്ടാണ് തുടങ്ങുന്നത്. ഫൈബ്രസ്, ഗ്ലോബുലർ അല്ലെ, ഓർത്ത് നോക്കാം. ഫൈബ്രസ് എന്തായിരുന്നു എന്ന് പറഞ്ഞ ഡെഫിനിഷൻ? എന്ത്? പോളിപെപ്റ്റൈഡ് ചെയിൻ റൺ പാരലൽ ആൻഡ് ഹെൽഡ് ടുഗദർ ബൈ ഹൈഡ്രജൻ ഓർ ഡൈസൾഫൈഡ് ബോണ്ട് അല്ലെ, ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഗ്ലോബുലർ പ്രോട്ടീൻ. എക്സാമ്പിൾ എന്തായിരുന്നു? ഗ്ലോബുലർ പ്രോട്ടീൻ എക്സാമ്പിൾ എന്താണ്? ഡയബറ്റിക് പേഷ്യന്റ് വേണം. ഇയാളുടെ അടുത്താണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഓർമ്മയുണ്ടോ?
ഇൻസുലിൻ. അപ്പൊ ഞാൻ അവിടെ എത്തിയോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇയാളുടെ അടുത്ത് പോയിട്ട് ചെയ്യുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം, ഇൻസുലിൻ മറക്കല്ലേ കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് കേട്ടോ ഓർത്ത് നോക്കാം, ഫൈബർസ് പ്രോട്ടീൻ എക്സാമ്പിൾ കെരാറ്റിൻ. അവരോട് ചോദിക്കാത്ത എന്തുകൊണ്ടാണെന്ന് അറിയോ? അവർക്ക് ഇപ്പൊ ഈ ചാപ്റ്റർ എക്സാം കഴിഞ്ഞാണ്, കുറെ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഇങ്ങനെയും പോയത് കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു ഇന്നെടുത്തത്? അത് കഴിഞ്ഞിട്ട് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, കോർണറി. അത് കഴിഞ്ഞ ഡീനേച്ചറേഷൻ കേട്ടോ. ഇത് കഴിയുമ്പോൾ എന്ത് കഴിഞ്ഞു? പ്രോട്ടീൻ കഴിഞ്ഞു. പ്രോട്ടീൻ കഴിഞ്ഞിട്ട് എടുത്തത് എൻസൈം. എൻസൈമില് ആദ്യത്തെ ബയോ കെമിക്കൽ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ബയോ കാറ്റലിസ്റ്റ്. ഇതൊക്കെ പറഞ്ഞാൽ ഒരേ കാര്യം തന്നെയാണ്. ദെൻ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് അത് ഹൈലി സ്പെസിഫിക് ആണ് എന്ന് പറഞ്ഞ ഒരു എൻസൈം ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ട് നമ്മൾ അതിൽ പറഞ്ഞേക്കുന്ന ഒരു നൈട്രോജനീസ് ഓർഗാനിക് കോമ്പൗണ്ട് എന്നൊക്കെ പറയുന്ന ഒരു എക്സാമ്പിൾ എഴുതി അല്ലെ, എക്സാമ്പിൾസ് എഴുതി അത് തീർത്തു. അത് കഴിഞ്ഞിട്ട് ഇന്നെടുത്തതാണ് വൈറ്റമിൻസ്. വൈറ്റമിൻസ് 2 ടൈപ്പ് എന്തൊക്കെയായിരുന്നു? ഫാറ്റ് സോലുബിളും വാട്ടർ സോലുബിൾ. ടേബിൾ പഠിക്കുക കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ട് റീക്യാപ്പ് ചെയ്തേക്കണേ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ചാപ്റ്ററിന്റെ കണ്ടന്റ് തീർന്ന് ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിൽ ഫുള്ള് തീർക്കും കേട്ടോ, ക്വസ്റ്റ്യൻസ് തീർക്കും. പഠിച്ചിട്ട് തന്നെ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഓർത്ത് നോക്കുക, അത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും കേട്ടോ, ഓർത്ത് നോക്കുക. കാരണം ഇനിയുള്ളതിൽ ആകെ എത്ര ക്വസ്റ്റ്യൻ ഉള്ളൂ? ആണ്ടോ, വെറും 25 ക്വസ്റ്റ്യൻ ഉള്ളൂ കേട്ടോ. ഓക്കെ, പഠിച്ചിട്ട് വരാം. എൻ്റെ ചെയ്യാം കേട്ടോ.